2 എക്സ് മുസ്ലിംസാണ്. മനസ്സിലായോ? ആര്? എക്സ് മുസ്ലിംസ്. ഇസ്ലാം വിട്ടവർ നടത്തിയ എല്ലാ തോന്നിയാസവും ജിഹാദായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് പോയവരാ. ഈ ജനം ടി വി ഇടയ്ക്ക് ചർച്ചയ്ക്ക് വിളിക്കും. ചിലത് പോയി പൊളിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. നമ്മളെ സാക്കിറിനായിട്ടുള്ളിൽ ഇടയ്ക്ക് കാണാം. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവരെന്നെ വിളിച്ച്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ വിളിയാ. നേരിട്ട് നമ്മളില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അല്ല, അന്ന് ചർച്ച സാറൊന്ന് വരും. ആരൊക്കെ ഉണ്ട്? അപ്പോൾ ആളെ പേര് പറയും. മറ്റേ സ്ഥിരം ഇരിക്കുന്ന കുറേ സംഖ്യകളുണ്ട്, ഗുരുമൂർത്തി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങളുണ്ട്. അല്ല, ഒന്നും വലിയ വിഷയമുള്ള കേസല്ല. ആരിഫ് ഹുസൈൻ ഉണ്ട്. ഞാൻ വെച്ചാൽ ആരാന്ന് വെച്ചാൽ എക്സ് മുസ്ലിമാണെന്ന്. എന്നാൽ ഒരു എക്സ് ഹിന്ദുവിനെയും കൊണ്ടുവരുത്ത്, ഒരു എക്സ് ക്രിസ്ത്യാനിയും കിട്ടി, മറ്റൊരു എക്സ് ജൂതനെയും നോക്കും. ഇങ്ങോട്ട് ഞാൻ വരാറില്ല. ഞാനതും പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്ന സാധനങ്ങളപ്പോഴൊക്കെ ആലോചിക്കുക. കുറെ എക്സ്, എന്ത് എക്സ്? ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിൽപ്പെട്ട എക്സാണ് അത്തോളിയിലെ ആ സാധനങ്ങൾ. ഇസ്ലാം വിട്ടവർ അവരെ ഫേസ്ബുക്ക് നോക്കിയാണ്. ഇസ്ലാം വിട്ടുപോയ മനുഷ്യൻ ചെയ്ത പരിപാടിക്ക് അതും മുസ്ലിം സ്ത്രീയാണ്. അതിൽ കൺവെർഷനൊന്നും നടന്നിട്ടുമില്ല. അത് വെച്ചിട്ട് ഞാൻ നർക്കോട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ അയാളെ പോയിട്ട് ഈ വാസവൻ നടക്കുക. എന്നിട്ടോ അദ്ദേഹം പണ്ഡിതനാണ്. കൊടുത്ത റിവാർഡാണ്. പണ്ഡിതനായ മനുഷ്യനാണ്. ആരാ? മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് വരണം. മുഖ്യമന്ത്രി ചോദിക്കാതെ വാസനാണെങ്കിൽ മൂത്രമൊഴിക്കാൻ പോലും ആള്. ഇപ്പൊ ദേവരത്തിന് എന്താ പൊന്തിച്ചു പറയാ? നിലപാട് പറയാൻ ആർജവം കാണിക്കുന്നവനാണ്, ആരെയും ഭയക്കാത്തവനാണ്. അതന്നെയാണ് ഐബിയുടെയും ബാബു MLA പറഞ്ഞതായി എന്നോട് അവതാരകർ ചോദിച്ചു. പോലും പറഞ്ഞതാണ് നിലപാട് പറയാൻ ആർജമുള്ള. ഞാൻ പറഞ്ഞ അയാൾ പറയുന്നത് നിലപാടാ? അയാൾ തെമ്മാടിത്തല്ലേ വിളിച്ചു പറഞ്ഞു. ഈ തെമ്മാടിത്തെ വിളിച്ചു പറയുന്നത് ആർജവാന്ന് പറയുകയാണെങ്കിൽ ഈ ബാബുവും ഹൈഡറും ചെയ്തത് തെറ്റാ. ഒരു മതനിരപേക്ഷ പാർട്ടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ മതനിരപേക്ഷ സമൂഹത്തിന് വോട്ട് വേണ്ടതെന്ന് വെച്ചാൽ കോൺഗ്രസ് വിചാരിച്ചിട്ട് തോന്നിയാസം ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിനൊന്നല്ലല്ലോ. ഇവിടെ ഈ വെള്ളാപ്പള്ളിക്ക് എത്ര വോട്ടുണ്ട് പറയട്ടെ. ഇവർ ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് കയ്യും കണക്കുണ്ടോ? ഇവർക്കൊന്നും ഒരു പുണ്ണാക്കും വോട്ടുമില്ല. ഈ ഐബിക്കും ബാബുവിനൊക്കെ കിട്ടിയ വോട്ട് മതനിരപേക്ഷ സമൂഹത്തിന്റെ വോട്ടാ. ആ മതനിരപേക്ഷ സമൂഹം ഒന്നടങ്കം വെറുക്കുന്ന വ്യക്തിയാണ് ഈ വർഗീയവാദി വെള്ളാപ്പള്ളി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ വെള്ളാപ്പള്ളിയൊക്കെ താങ്ങാൻ പോയാലുണ്ടല്ലോ അത് അപകടം ചെയ്യും. മനസ്സിലാക്കണം. എന്നിട്ട് അയാളെ പ്രസംഗം മറ്റൊന്നും കൂടിയുണ്ട്. എന്താ പറയണത്? ഈ ഈഴവനെ SNDP-കാരൻ ആരും പരിഗണിക്കുന്നില്ല. കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഇടിച്ചു കയറും. SNDP-കാരൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ടല്ലോ. അടൂർ പ്രകാശ് ആരാ? SN ട്രസ്റ്റ് ബോർഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടറാണ്. ആരാണ് അടൂർ പ്രകാശ്? ആരാ മകന? അഡ്വക്കേറ്റ് കുഞ്ഞിരാമന്റെ മോനാ. ആരാ അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ? അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു SNDP-ന്റെ പ്രസിഡന്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റാ. അപ്പൊ സ്ഥാപക വൈസ് പ്രസിഡന്റിന്റെ മകനും SN ട്രസ്റ്റ് ബോർഡ് മെമ്പറുമായ അടൂർ പ്രകാശിനെ തോൽപ്പിക്കാൻ പരസ്യമായി ഇറങ്ങിയ വിദ്വാനത്. ഇങ്ങോട്ടാ പറഞ്ഞ SNDP-ക്കാർ ആരും സീറ്റ് കൊടുക്കില്ല. കൊടുത്ത സീറ്റിലൊക്കെ തോൽപ്പിക്കാൻ നടക്കുന്ന ഇയാളാ. അങ്ങനെ ആളുകളൊന്നും ഞങ്ങൾക്ക് നേരെ പറയാം. കാന്തപുരം കുന്തം തീർന്നാലും എനിക്ക് പ്രശ്നമില്ല. പിന്നെ പറയാ. ഞാൻ ചോദിച്ചു 30 കൊല്ലക്കാലം ഇതിന്റെ സെക്രട്ടറി നടന്നിട്ട് എന്താ നിങ്ങൾ ഈഴവർക്ക് ഉണ്ടാക്കിയത് ചോദിച്ചു. നിങ്ങളെ സ്ഥാപനങ്ങൾ R. ശങ്കറിന്റെ കാലത്തുണ്ടാക്കിയ കെട്ടിടം അങ്ങനെ തന്നെ നിൽക്കുക. എപ്പോഴത് പൊളിഞ്ഞു വീഴുക എന്നുള്ള അറിയില്ല. ഒരു പുതിയ ബ്ലോക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ചില്ലറ വാങ്ങിക്കൊണ്ട് ആളെ വെച്ച് പോകുക എന്നല്ല, വേറെ ഒന്നും നടക്കണില്ല. ഒരു പുതിയ കോഴ്സും ഇല്ല. മാത്രമല്ല ഈ സർക്കാർ ഇത് ദാനമായി വാങ്ങിയ സ്ഥലത്ത് വെച്ച ഈ പള്ളിപ്പൊളി കെട്ടിടം ഉണ്ടല്ലോ, ഈ കെട്ടിടം മൊത്തം പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് മൈക്രോ ഫിനാൻസ് തുടങ്ങി. ഒരുപാട് ഈഴരെ ആ ലോണ് കുടുക്കി. ഇന്ന് 28 സ്ഥാപനങ്ങളും ജപ്തിയിലാണ്. ഏത്? ഈ SNDP-ന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം മുഴുവൻ പണം വെച്ചിക്ക. അത് മുഴുവൻ ജപ്തിയിലാണെന്ന് വിദ്യാസാഗർ പഴയ പ്രസിഡന്റാണ് പറഞ്ഞത്. ഞാൻ സ്മൃതി ഇറാനി പങ്കെടുത്ത യോഗത്തിൽ ഞാൻ ചോദിച്ചു, ഞാൻ ഒറ്റ ചോദ്യം ചെയ്യട്ടെ, SNDP യൂണിയന്റെ പ്രസിഡന്റ് ആരാന്ന് വെച്ചു. ആർക്കെങ്കിലും വെച്ചു. ഇതിൽ ആർക്കും പറയാൻ പറ്റും വെച്ചു. എല്ലാവരും മേലോട്ട് നോക്കിക്കുക. അറിയില്ല.
ഡോക്ടർ സോമൻ MBBS, ഒരു സാധാരണ MBBS ആയിരുന്നാണ്. വെള്ളാപ്പള്ളി വരെ അവിടെയൊക്കെ ഞാൻ ഇപ്പോൾ വരാറിനെ വൈകുന്നേരം വരെ അവിടെ വെക്കും. എന്താ മനുഷ്യനറിയില്ല. എന്നിട്ടിങ്ങനെ പറയുക, ഞമ്മക്ക് വെള്ളാപ്പള്ളിയോടല്ല പ്രശ്നം, വെള്ളാപ്പള്ളി ഇറക്കി വിട്ട് ഈ നിമിഷം വരെ മുഖ്യമന്ത്രി അഭിനയിച്ചില്ലല്ലോ. എന്നിട്ട് പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു തലിം വല്ലാത്ത പ്രശ്നം, ആളെ പേരൊന്നും പറഞ്ഞില്ല, ആരും സംശയിക്കാം. അപ്പൊ ഗോവിന്ദ മാഷോട് ആരോ ഫോൺ എടുത്ത് ചോദിച്ചത്രേ, അല്ല വെള്ളാപ്പള്ളിന്റെ പരിപാടിക്കെതിരെയല്ലേ നിങ്ങളൊരു സമരം? അതെ, വ്യക്തികളെ പേര് ഞങ്ങൾ പറയാറില്ല. ഉദാഹരണമായി നരേന്ദ്രമോദിയുടെ പേര് ഞങ്ങൾ പറയാറില്ലല്ലോ. കേന്ദ്ര സർക്കാർ എന്നേ പറയുള്ളൂ, പരാമർശിക്കാറില്ല. അത് ഞങ്ങളോടില്ല, ഇരെന്നാ പറഞ്ഞത്. അപ്പൊ ഏതായാലും ഈ RSS, പോലീസ്, പിണറായി, മാർക്സിസ്റ്റ്, ഫാസിസ്റ്റ്, ഇതൊക്കെ ഗ്രൂപ്പ് ഓഫ് ചോയ്സസ്, ഇതൊക്കെ ഒരു ടീമാണ്. അതിവിശദമായ ഒരു ലഘുലേഖ കാര്യങ്ങൾ ഈ സമ്മേളനം സംബന്ധിച്ച് ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ആ ലഘുലേഖയ്ക്കുള്ള എല്ലാ കണ്ടന്റും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. വായിക്കാൻ പോകുന്ന സാധനം ആയതുകൊണ്ട് ഞാനതിൻ്റെ ഓരോരോ സംഭവങ്ങളും പ്രത്യേകമായി എടുത്തു പറയുന്നില്ല. ഈ പ്രമേയം അതിഗൗരവപരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, എല്ലാ വീടുകളിലും എത്തിക്കേണ്ടതാണ്. മുസ്ലിം ലീഗിന് അതിൻ്റെ ടൈമാക്കും. ലീഗ് അല്ലാതെ വേറൊരു വഴി നമ്മുടെ മുമ്പിലില്ല എന്ന് സമുദായത്തിന് മൊത്തം മനസ്സിലാക്കിയൊരു സമയമാണ്. ഒരു കൂട്ടുകെട്ടും മുന്നണിയും കോൺഗ്രസും ആരും വേണ്ട, ഒറ്റയ്ക്ക് പോയി ഞങ്ങൾ എന്താക്കും, സമുദായത്തെ രക്ഷിച്ച് കളഞ്ഞു. ഇവർ നടത്തിയ ചില ബടായികളാണ് നമ്മൾ കിടന്ന് വേർക്കണത്. അത് നിങ്ങൾ 940 ആകുമ്പോഴത്തേന് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കും. ഏതോ ഒരു കഴുത പറഞ്ഞാണ് ഈ മറ്റേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ലേ, അതിൻ്റെ പേരിൽ നിങ്ങൾ നോക്കി അത് വലിയ വിശ്വസിച്ചെടുക്കുക. ഞാൻ പറഞ്ഞു രാജ്യസഭയിലും ലോക്സഭയിലും മൃഗീയ ഭൂരിപക്ഷം BJPക്ക് കിട്ടി. എന്നിട്ട് ഓൾക്ക് ഇന്ത്യൻ ഹിന്ദു രാഷ്ട്രമാക്കാൻ കഴിയില്ല. പിന്നെയാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാത്ത ജമാഅത്ത് ഇസ്ലാമി 5 കൊല്ലം കൊണ്ട് ഇന്ത്യൻ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് പറഞ്ഞ് തലയിൽ മൂക്കി കീഴ്പ്പെട്ടുള്ളവനെ വിശ്വസിക്കുന്നത്. നമ്മളത് ചോദിച്ചത്. പക്ഷെ എന്നാലും ഇങ്ങനെ ഈ ബടായി പറഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ട്. എന്താ പോലെ സ്ഥിതി? അത്ര സന്തോഷമുള്ള സ്ഥിതിയാണോ? നമ്മളതിൽ സന്തോഷിക്കുന്നില്ല. കിടക്കുക തിഹാർ ജയിലിൽ കാലം കുറേ. ആദ്യം ഞങ്ങൾ പറഞ്ഞു ഒറ്റയ്ക്ക് കാട്ടുപോയ പുലി പിടിക്കുന്നു. ഞങ്ങളതാണ് ഒരു ഭാഗത്ത് കോൺഗ്രസിനും കിട്ടാവുന്ന സംവിധാനങ്ങളൊക്കെ ഒരു റിംഗ് റൗണ്ട് ആക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നിക്കണത്. മനസ്സിലായോ? നിങ്ങൾ ഞങ്ങൾക്ക് ധൈര്യം പോരാ, മറ്റേ പോരാൻ തന്നെ ഒറ്റക്കിറങ്ങിയതാ. ഒറ്റക്കിറങ്ങിയ എന്ത് സംഭവിച്ചു? അത് സംഭവിച്ചു. ആ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങൾ കാരണം നിങ്ങളെ കുടുംബം കണ്ണീരാ. നിങ്ങൾക്ക് അള്ളാഹു അക്ബർ അതിൻ്റെ ഉള്ളിൽ വിളിച്ചു കുത്തറാൻ മതി. ഒരു കുട്ടിനെ കല്യാണം പോലെ ആലോചിച്ച് ബാപ്പ ജയിലിൽ നടക്കുമോ? ഒറ്റക്ക് ഇങ്ങനെ വെല്ലുവിളിച്ച് പോയാണ്ടാകുന്ന അവസ്ഥയത്. ഈ ഭരണകൂടത്തിന്റെ കയ്യിൽ എന്തും ആയുധമാണ്. ഇപ്പൊ നമ്മളൊക്കെ അത് വിളിച്ച് ഭയങ്കര ഭീഷണിയാണ്. ഞാന്ന് പറഞ്ഞ എലത്തൂർ സംഭവം നമ്മൾ ഇന്ന് വരട്ടി പിടിച്ചകത്തോടും മതിന് കടന്നേരിയാവും. ഒരു MDA വരും, തൂക്കിയെടുത്താൽ പിന്നെ പുറലോകമല്ല. പോലീസിനോടാ കളി നോക്കണം. നമ്മളോടെ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ വിചാരം ഉണ്ടാവും ഇത് നല്ലൊരു സുഖമുള്ള പരിപാടിയാണ്, ഇത് TV പോയി ഇരിക്കുന്നത് അല്ലേ? നല്ല തുണിയും കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ ഉത്തരവ് ഭയങ്കര രസമാവും. നമുക്ക് 4-5 ആൾക്കാർ മുമ്പിൽ വിചാരണയ്ക്ക് കിടന്നു കൊടുക്കുക. എപ്പോഴും അടി കിട്ടാന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ദിവസം ഉത്തരം മുട്ടുന്ന ദിവസം ഉണ്ടാവും. അന്ന് നമ്മളെ കഥ കഴിയും ചെയ്യും. അത് നിങ്ങൾ തന്നെ പറയും, ഈ നായിൻ്റെ മോനാണോ അവിടേക്ക് വിട്ടത് അല്ലേ? ചോദിക്കും നിങ്ങൾ. കാരണം ഈ സമുദായം തെറ്റിയാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ കാണുന്നുണ്ട്. ഇവിടെ നടക്കണ ചർച്ച. അതുകൊണ്ട് പലരും പ്രസംഗിച്ച് നടക്കില്ല. അവിടെ പോയി ആരും ഇടപെടില്ലല്ലോ. അത്രയും മണിക്കൂർ പ്രസംഗിച്ച് പോകാം. ഇതൊരു മുൾമുനയില്ല. നമ്മൾ പോണ സമുദായത്തിന് വേണ്ടിയാണ്. അള്ളാന്റെ അടുത്ത് പ്രതിഫലം കിട്ടും സത്യം വിളിച്ചു പറഞ്ഞാൽ എന്ന നിലക്ക് തന്നെ പോണം. ഒരു ലക്ഷ്യം വേണ്ട. രാത്രി കിടക്കാൻ കഴിയില്ല. പോലീസിന്റെ ഭീഷണിയാണ്, പല നിലക്കുള്ള ഭീഷണിയാണ്. BJPയിൽ മുണ്ടാൻ പാടില്ല. മുണ്ടിയാൽ ഇന്ത്യ ബാങ്കിൽ ആരെത്തും? ED എത്തും. എത്രയോ തവണ എത്തി. മാനേജർ പറഞ്ഞു നോക്കി, ഈ സാധുവിന്റെ സ്ഥാനം നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾക്കറിയാം, ഞങ്ങളിപ്പോൾ എത്ര വട്ടായി ഇവിടുന്ന് പോകണം. പക്ഷെ അവിടുന്ന് ഇങ്ങനെ ആസ്ഥാനത്ത് നിന്ന് വിളിക്കുക. എന്ത് ചെയ്യാൻ? ഈ മനുഷ്യൻ ഫുള്ള് ലോണാന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇതിനെ എവിടെ പിടിക്കാനാണ് ഉള്ള കേൾക്കണങ്ങൾ. അപ്പോൾ അതാണ് പലരെയും നിഷ്ഫലമാക്കുകയാണ്. മുണ്ടാൻ പാടില്ല, മുണ്ടേ പേടിപ്പിക്കുകയാണ്. പക്ഷെ ആ പേടിപ്പിക്കൽ കാര്യം തവക്കലത്ത് വരെയുള്ള എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയായ മുസൽമാൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. മനസ്സിലായോ? അത് എന്നാ വെച്ചാൽ അള്ള നിശ്ചയിക്കുന്ന കാര്യം നടക്കും. ഞാൻ പറഞ്ഞു വരുന്നത് പോരാട്ടം തന്നെയാണ്. പോരാടും എന്ത് വേണം? അവിവേകം കാണിക്കരുത്. ഞാൻ എല്ലാവരും ഒറ്റക്കണ്ട് ശരിയാക്കാന്ന് അറിഞ്ഞ് പോകരുത്. നല്ല ചങ്ങാതിമാരെ കൂടെ കൂട്ടണം, ചതിക്കാത്തവരെ കൂടെ കൂട്ടണം, വിശ്വസ്തരെ കൂടെ നിർത്തണം. എന്നിട്ട് ഫൈറ്റ് നടത്തണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് അങ്ങനെ ചെയ്യണേ.
കൂട്ടാവുന്ന വിശ്വസ്തരെ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ഉൾക്കൊള്ളുന്ന, നമ്മൾ അംഗീകരിക്കുന്ന, നമ്മൾ പറഞ്ഞ ആവശ്യങ്ങൾ കഴിയാവുന്നതൊക്കെ ചെയ്തു തരുന്ന ഒരു നല്ല പാർട്ണർ നമുക്കുണ്ട്. അതിൽ മോശപ്പെട്ട മനുഷ്യന്മാർ പല സ്ഥലത്തും കണ്ടേക്കാം. അവരോട് ചിലക്കാൻ പോകാൻ പറയും. നമ്മളെ ലൈൻ മാത്രം എടുത്താൽ മതി. അങ്ങനെ വിശാലമായ ഇന്ന് ഒരുപാട് കക്ഷികൾക്കിടയിൽ നമ്മളൊക്കെ ഇന്ത്യ മുന്നണി തന്നെ ചെറിയ സാധനമല്ല. 10-26 കക്ഷികളിൽ ലീഗുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ ഹർജി വന്നു. സുപ്രീം കോടതി നമുക്ക് നോട്ടീസായി. 75 കൊല്ലത്തെ നമ്മുടെ പ്രവർത്തന റിപ്പോർട്ട് നമ്മളാണ് കൊടുത്തു. വായിച്ച ബെഞ്ച് പറഞ്ഞെന്താ, സുപ്രീം കോടതി ഇത് നിരോധിക്കേണ്ട പാർട്ടിയല്ല എന്ന് പറഞ്ഞ് ഹർജിയാണ് തള്ളി. ഇന്ത്യയിൽ നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ ഏതാ? ലോക്സഭയിലും രാജ്യസഭയിലാണ് നിയമനിർമ്മാണം നടക്കുക. പിന്നെ നിയമനിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റുകളാണ് നിയമം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിരോധിക്കേണ്ട പാർട്ടിയല്ല എന്നൊരു നിയമം ഇന്ത്യ രാജ്യത്ത് വന്നിരിക്കുന്നു. അതാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്. അത്രമാത്രം ദേശീയ തലത്തിലും അംഗീകാരം കിട്ടിയ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് എന്തെല്ലാം ആരോപണങ്ങൾ പ്രകോപിപ്പിക്കാൻ പല മേഖലയിൽ നിന്ന് വന്നാലും ആ പ്രകോപനത്തിന് വശം വരാതെ, വെള്ളാപ്പള്ളി എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് പള്ള നിറച്ചും കൊടുക്കുക, അല്ലാതെ ഈഴവ സമുദായത്തിലേക്ക് പോകരുത്. ആരായാലും ഇപ്പൊ BJP ഒക്കെ എന്ത് ചെയ്യും? മുഹമ്മദ് നബീനെ ഭയങ്കര മോശമാക്കി പറയും. സ്ത്രീ ലംബടനാണ്, മറ്റേ ലംബടനാണ്. അന്നേരം നിങ്ങളെ ശ്രീകൃഷ്ണൻ മോശക്കാരനാണെന്ന് ചോദിക്കാൻ പാടുള്ളൂ. അത് പറഞ്ഞിട്ടില്ല പോലെ ആവശ്യം. ശ്രീകൃഷ്ണൻ 1000 കല്യാണം കഴിച്ച ആളല്ലേ, അത്രയൊന്നും മുഹമ്മദ് കഴിച്ചിട്ടില്ലല്ലോ എന്നൊരു മറുപടി ഒരുത്തം പറഞ്ഞ എന്താ സ്ഥിതി? ഇപ്പൊ തന്നെ നമ്മളെ ജിഫ്രി തങ്ങളോ കാന്തപുരം ഉസ്താദോ ഏതെങ്കിലും ഒരു മഹിളയിൽ വന്ന് മുസ്ലിം പെണ്ണുങ്ങളോട് പറയും നിങ്ങളെല്ലാവരും കുറച്ച് പ്രൊഡക്ഷൻ കൂട്ടണം, പെറ്റ് കൂട്ടണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം എല്ലാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും റോട്ടുമേലുണ്ടാവും അല്ലേ? എല്ലാ തള്ളാരും വന്ന് റോട്ടിൽ ഉരുണ്ട് കളിക്കും. നമുക്കറിയാം. ഈ പ്രാന്തം വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ട് ആർക്കും കുഴപ്പമില്ല. ജനാധിപത്യ അസോസിയേഷനിലൊന്നും ഇല്ല ഒരു ചുറ്റി. നിങ്ങളെന്താ പ്രതിഷേധിക്കാത്തതെന്ന് ചോദിക്കണേ. ഏതെങ്കിലും ഒരാളാ സംഘടനയിലുണ്ടോ? ഒന്നുമില്ല. ഇത് മൊത്തം എന്താണ്? മുസ്ലിം പേടി ഉണ്ടാക്കുക. ചാനലുകാർ എന്താണ് മുസ്ലിം ലീഗ് ഇത്തവണ സീറ്റ് കൂടുതൽ ചോദിക്കും. കൂടുതൽ സീറ്റുകൾ ചോദിക്കാനും പിടിമുറുക്കാനും മുസ്ലിം ലീഗ് ബ്രേക്കിംഗ് എന്ത് പിണ്ണാക്കാതെ ഞാൻ അവരോട് ചോദിച്ചു. ഇത്തവണ മുസ്ലിം ലീഗിന്റെ 27 സീറ്റ് മത്സരിക്കുന്നു. അതിൽ 17 സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസിൽ വലിയ ശ്രമം എന്ന് പറഞ്ഞ ന്യൂസ് തങ്ങൾ കൊടുക്കാത്ത വെച്ചത്. അങ്ങനെയൊന്നും കൊടുക്ക്. അതല്ല ലീഗ് ഇത് പേയ്മെന്റ് റിപ്പോർട്ടർ ചാനലിലൊക്കെ കൃത്യമായി പേയ്മെന്റ് ചെയ്ത്. കാരണം അയാളെ വനമുറി കേസ് മറ്റേ അവിടെ കിടക്കുന്നുണ്ട്. എല്ലാ ചോട്ടിലും സൈരുദ്ദീൻ പറഞ്ഞ അരി എന്താണ്? കാലെടുക്കാൻ വയ്യ. അതിന്റെ അടിയിൽ എത്രയാണ്? ₹1 പൈസ ഉണ്ട്. അതാണ് അത് ചോട്ടി പിടിച്ചിരിക്ക. വിളിച്ചിട്ട് വരില്ല. ജയറാം വിളിക്കുക, ഇങ്ങോട്ട് വാതാൻ. എനിക്കിപ്പോൾ വരാൻ കഴിയില്ല. എന്താണ് കാലിന്റെ ചോട്ടിൽ ഏതോ ഒരാളെ പൈസ വീണുണ്ട്, അവരോട് ചവിട്ടി വെച്ചാൽ അയാൾ അവിടുന്ന് പോയിട്ട് വേണം എടുക്കാൻ. ഇത് പറഞ്ഞതുപോലെ മുഴുവനും ഇവിടെ കംപ്ലീറ്റ് അത്തരത്തിലുള്ള ഒരു ഡീലിലേക്കാണ് പോകുന്നത്. ഭീതി ഇനിയുണ്ടാക്കും. ലീഗിൽ മഞ്ചേരി സ്ഥാനാർത്ഥി ചെയ്ത് ഏതോടത്തും പ്രഖ്യാപിച്ചു. എന്താ ഞാൻ ചെയ്യാ? പിന്നെ ഒരുപാട് സ്ഥാനാർത്ഥികളെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. മണ്ഡലത്തിന്റെ പേര് മാറിയിട്ടുണ്ട്. പിന്നെ നിരന്തരം നടക്കുകയാണ്. എന്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ലീഗിന്റെ ഉള്ളിൽ. ഇന്നാളെ മാറ്റും, ഇന്നാളെ മാറ്റൂല, ഇന്നാൾക്ക് സീറ്റ് കൊടുക്കും, ഇന്നാൾക്ക് കൊടുക്കൂല. സമസ്ത അങ്ങനെ ആൾക്കാരെ പേര് പറഞ്ഞു ഇന്നാളെ പറ്റൂല എന്ന് സമസ്ത നേരത്തെ പറഞ്ഞു. 27 സീറ്റാണ് ചോദിക്കാൻ പോണത്. 6 മന്ത്രിസ്ഥാനം, 6ാം മന്ത്രിസ്ഥാനത്തെ കുറിച്ച് ആലോചിക്കാൻ ലീഗ് തത്വത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞത്രേ. മരണം തന്നെ കിട്ടണ്ടേ? ഇവിടെ ഇങ്ങോട്ടല്ലേ ദൂരേക്കര് ഒക്കെ ഭീതി. ലീഗ് ഇവിടെ വില്ലനാണ്, ലീഗ് ഇവിടെ വമ്പനാണ്. ലീഗിന്റെ ഒരു ഭരണം വന്നാൽ ലീഗിന്റെ അപ്രമാദിത്താണ് ഇവര്. അതാണല്ലോ മുമ്പ് പറഞ്ഞത്. അമീറും കുഞ്ഞാലിക്കുട്ടിയും അഫ്സനും നാട് ഭരിക്കാൻ പോകുന്നു. കൊടിയേരി പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിങ്ങൾ നാട് ഭരിക്കാൻ പോവാണ്, നിങ്ങൾ നോക്കിക്കാണോന്നാ ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും. സത്യത്തിൽ സംഘപരിവാറും BJPക്കാരും വരെ ഇന്നുവരെ പറയാത്തൊരു സാധനമാണ്. എന്നാ ഇത് പറഞ്ഞിട്ടൊന്നും ഈ മാപ്പിള സഖാക്കൾക്ക് ഒരു കുലുക്കില്ല കേട്ടോ. ഇവരമാർ ഇത്ര പൊട്ടന്മാർ വേറെ ഒരു വർഗം ഉണ്ടാവില്ല. ഒച്ചക്ക് പറയുമ്പോൾ ഒരു കലാപം ഉണ്ടാക്കണ്ട. അങ്ങനെ ഞങ്ങളുടെ സമുദായത്തെ കുറിച്ച് നിങ്ങൾ പറയരുത്. മുസ്ലിങ്ങൾ നാട് ഭരിക്കാൻ പോവുക എന്ന പ്രതീതി ഉണ്ടാക്കാൻ പാടില്ല എന്നതിൻ്റെ പറയാൻ ചേട്ടി ജലീൽ നാവ് പൊങ്ങോ, അബ്ദുറഹ്മാൻ നാവ് പൊങ്ങോ, വേറെ ആരെങ്കിലും നാവ് പൊങ്ങോ? ഒന്നും പൊങ്ങൂല. അടിമത്താണ് അവിടെ. ഏമ്പാൻ പറഞ്ഞാൽ കേട്ടോളാം. പഴയ ജന്മിന്റെ മാതിരി നിൽക്കുക. മനസ്സിലേക്ക് ഒരു ഏക് ദിൻ കാ സുൽത്താനായി പിണറായി എന്നൊരു ബിംബം അവിടെ നിൽക്കുക. അതിന്റെ കീഴിലെല്ലും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വലിയ മുസ്ലിം ഭീതി ഉണ്ടാക്കുന്നു.
ലീഗ് ഇവിടെ പിടിച്ചടക്കി തമർത്താൻ നോക്കുന്നു. അതുകൊണ്ട് പരമാവധി ലീഗ് അധികാരത്തിലെത്തിയാൽ എന്തോ ഇവിടെ സംഭവിക്കുമെന്ന ഭീതി സൃഷ്ടിച്ച് തെക്കൻ മേഖലയിലും മധ്യ കേരളത്തിലും വമ്പിച്ച രീതിയിൽ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്ന കാലത്ത് വളരെ ജാഗ്രതയോടെ, വളരെ പക്വതയോടെ രാഷ്ട്രീയം സംസാരിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. അതിന് സമ്മേളനങ്ങൾ, വിവിധതരം ചർച്ചകളും വിവിധ സ്ട്രാറ്റജികളും, അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ അത് പഞ്ചായത്താകട്ടെ നിയമസഭയാകട്ടെ വലിയ പെർഫോമൻസിൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ, നമ്മളെ സഖ്യകക്ഷിയെ വിജയിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നതിൻ്റെ ചിന്തകളും ചർച്ചകളും ഈ സമ്മേളനത്തിൽ നടക്കട്ടെ. സമ്മേളനത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മുസ്ലിം ലീഗിന് വലിയ സാധ്യത വരാൻ പോകുന്നു എന്ന ചർച്ച പൊതുവേ എല്ലാ മാധ്യമങ്ങളും തന്നെ തുറന്ന് സമ്മതിക്കുന്നു. അതോടൊപ്പം ഇവിടുത്തെ എല്ലാ ശ്വാസനിശ്വാസങ്ങളും മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക് എത്തിക്കുന്ന ഇൻ്റലിജൻസും വിജിലൻസും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് മുസ്ലിം ലീഗ് നടത്താൻ പോകുന്നത്. ആ മുന്നേറ്റത്തിൻ്റെ മൈലേജിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുമ്പോൾ ശക്തമായി കൈപിടിച്ച് കോൺഗ്രസിനെയും മുസ്ലിം ലീഗ് കൊണ്ടുപോകുന്നുണ്ട്. നിലമ്പൂർ അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു പൈലറ്റ് സ്റ്റഡിയാണെന്നുള്ള വിവരം ഇൻ്റലിജൻസ് വൃത്തങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളിയെ രംഗത്തിറക്കുന്നു, സമസ്തയെ പ്രതിക്കൂട്ടിലാക്കാൻ ഉമ്മർ ഫൈസിയെ രംഗത്തിറക്കുന്നു, സമസ്തയൊന്നും ഉപയോഗിക്കാത്ത ഭാഷയിൽ ഇതര മതസ്ഥർക്ക് സമുദായത്തോട് വെറുപ്പുണ്ടാവും രീതിയിൽ സ്കൂളും സമയമാറ്റ വിഷയത്തിലൊക്കെ കാണിച്ചു തരാം, വോട്ട് അങ്ങോട്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ പിണറായി വിജയൻ പറയിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ വെറുക്കാനായിട്ട് ഒരു മുസ്ലിം വിരുദ്ധത അഴിച്ചുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് അതാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. പ്രിയ എല്ലാവരോടും പറയുന്നു ഞാൻ, ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ ഇത് സംബന്ധമായ വളരെ കൃത്യമായി ഏകദേശം 12-15 പേജുകളിലായി നിങ്ങളെ സമ്മേളന പ്രമേയത്തെക്കുറിച്ച് ഞാൻ എഴുതിയൊരു ലേഖനമുണ്ട്. ഇത് വെറുതെ ബളായി പറച്ചിലല്ല. കാരണം അതൊരു പ്രിന്റഡ് മീഡിയയിൽ കൊടുത്തത് എന്തിൻ്റെ പേരിലാണെന്ന് വെച്ചാൽ, എന്തെങ്കിലും കേസുണ്ടെങ്കിൽ പോരട്ടെ, സർവ്വ തെളിവുകളാണ്. ഈ കോപ്പി ചന്ദ്രികയിൽ കിട്ടാനില്ല. 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ പതിപ്പാണ്. നിലമ്പൂരിൽ അടിച്ച മുഴുവൻ കോപ്പിയും 6000 കോപ്പിയോളം നിലമ്പൂരിൽ ഇലക്ഷൻ ടൈമിൽ ചെലവിട്ടു. കാരണം ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു മറുപടി പറയാൻ ദേശാഭിമാനിക്ക് കഴിഞ്ഞിട്ടില്ല, ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട റഫീഖിൻ്റെ അടുത്ത് ഇതിൻ്റെ PDF കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ സമ്മേളന പ്രമേയം ഇതായതുകൊണ്ടാണ് ഞാൻ റഫീഖിൻ്റെ അടുത്ത് ആ PDF കൊടുത്തിട്ട് ഇത് ലഘുലേഖയായി എല്ലാ മുസ്ലിം ഭവനങ്ങളിൽ എത്തിച്ചാൽ ഒരു സംശയം എനിക്ക് വേണ്ട. നമ്മൾ പറയുന്നത് എത്രമാത്രം കൃത്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം. 1-2 സംഭവങ്ങളല്ല. കൊടിഞ്ഞി ഫൈസൽ തൊട്ട് റിയാസ് മൗലി തൊട്ട് ഒരുപാട് കുട്ടികളെ കഥ. ഇവിടുത്തെ പോലീസും BJPയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം, അതൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എഴുതിയതാണ്. ഈ സംസ്ഥാനത്തെ ഉന്നത പോലീസ് മേധാവികൾക്ക് ഇവരുമായുള്ള ബന്ധം എന്താണെന്ന് കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. ഇതൊന്നും ശരിയല്ലെങ്കിൽ ഇന്ന പോലെ വെറുതെ വിടുമോ? ഓരോ ചർച്ച കഴിയുമ്പോൾ എന്നെ കൂടി വിളിക്കും. എലത്തൂർ സ്ഫോടനത്തിൻ്റെ അന്ന് ഇവിടുത്തെ ADGPക്ക്, ക്രമസമാധാന ചുമതല ADGPക്ക് RSSുമായിട്ടാണ് ബന്ധം. RSS എന്താണോ എഴുതി കൊടുക്കുന്നത്, എന്താണ് നിർദ്ദേശിക്കുന്നത്, അതാണ് അയാൾ ചെയ്യുന്നത്, അതാണ് അയാൾ പറയുന്നത്. പ്രത്യേകിച്ച് എലത്തൂർ സ്ഫോടനം എന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലാക്കണം, ഉത്തർപ്രദേശിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനായ വളരെ സാത്വികനായ ഒരു കുട്ടിയെ, ഒരു ആശാരിപ്പണിക്കാരൻ തൻ്റെ ആശാരിപ്പണി ഉണ്ടല്ലോ, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക, ഇതൊക്കെ യൂട്യൂബിൽ ഇടുന്നതാണ് ഈ കുട്ടീൻ്റെ പണി. ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ എല്ലാവരും പോയി അവിടെ ഷഹീൻ ബാഗിൽ.
ആ കുട്ടീൻ്റെ കൂടെ പഠിക്കുന്ന ഇതര മതസ്ഥരായ കുട്ടികളെ പോയി കണ്ടു. സൽസ്വഭാവിയായ കുട്ടി, ദയനീയായ കുട്ടി, വളരെ കുറച്ചു മാത്രമേ സംസാരിക്കുള്ളൂ. പിതാവിനോടൊപ്പം ഒരു ആശാരിപ്പീടിയുണ്ട്, അവിടെ പോയി ആശാരിപ്പണി, ചിപ്പിളിക്കുന്തല പണി, കൃത്യമായി തിരിച്ചെത്തും. ഈ കുട്ടിനെ ഒരു ദിവസം കാണാനില്ല, വൈകും വരെ നോക്കിയിട്ടും കാണാനില്ല. ആശാരിപ്പീടിയൊക്കെ പോകുമ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണം ഉമ്മ പൊതിഞ്ഞു കൊടുക്കും. ആ പൊതിയുമായിട്ട്, ഭക്ഷണ പൊതിയുമായിട്ടാണ് ഈ കുട്ടി പോയത്. ഈ കുട്ടി കേരളത്തിലേക്ക് വരാൻ പരിപാടി ഉണ്ടെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് ഈ ഭക്ഷണം വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു, എന്നിട്ട് ഇവിടെ എത്തിച്ചു. പിന്നെ ട്രെയിനിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ട്രെയിനിൽ കുട്ടി കയറുന്നു, കുട്ടീൻ്റെ കയ്യിൽ നിന്ന് പെട്രോളിൻ്റെ ചെറിയ ബോട്ടിൽ കാണുന്നു, അത് വെച്ച് ട്രെയിൻ കത്തിക്കാൻ കുട്ടി ശ്രമിക്കുന്നു. ആകെ വെപ്രാളമായി, ബഹളമായി. ഇതിനിടയിൽ 2 സ്ത്രീയും ഒരു കുഞ്ഞും ട്രെയിനിൽ നിന്ന് തെറിച്ചു വീഴുന്നു. ആരോ ചങ്ങല വലിക്കുന്നു. കുറേ 100-300 മീറ്റർ ദൂരെ പോയി വണ്ടി നിൽക്കുന്നു. ആ ബോഡി 3 എണ്ണം എപ്പോഴാണ് ജീവൻ പോയതെന്ന് അറിയില്ല. പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് 1 മണിക്കൂറും 10 മിനിറ്റും, ആക്സിഡന്റ് പറ്റിയതിനു ശേഷം 1 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഡെത്ത് സംഭവിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. മരിച്ച നിലയിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഈ ട്രെയിൻ നിന്ന് ഇവർ വീണിട്ട് 1 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞിട്ടാണ് പോലീസ് അവിടെ എത്തുന്നത്. ആ ഡിലേ പോലും എന്താണ്, നിങ്ങൾ പഠിക്കണം. അന്ന് നടന്ന ചർച്ചയിൽ ഞാൻ ചോദിച്ചു, വന്ന ഇരയെക്കുറിച്ച്, ഈ പ്രതിയെക്കുറിച്ച്, പ്രതിയുടെ സമുദായം നിങ്ങൾ എണ്ണുന്നു. ദാരുണമായി മരണപ്പെട്ട 3 ജീവനുകളുടെ മതം താങ്കൾ എഴുതാത്തത്? ഞാൻ അന്ന് ചോദിച്ചതാ. മരണപ്പെടുന്നവന്റെ മതം നിങ്ങൾക്ക് തികയണ്ടേ? അന്ന് വത്സൻ തില്ലങ്കേരി പിറ്റേ ദിവസം 10:40 അവിടെ എത്തുന്നു. വത്സൻ തില്ലങ്കേരിക്ക് എന്ത് കാര്യം? എരത്തൂരിൽ ട്രെയിൻ സ്ഫോടനം ഉണ്ടായാൽ റെയിൽവേന്റെ സഹമന്ത്രിമാരോ മന്ത്രിമാരോ ഉദ്യോഗസ്ഥന്മാരോ സ്ഥല MLA-മാരോ MP-മാരോ ഒക്കെ വരും. ആരാണ് ഈ വത്സൻ തില്ലങ്കേരി? അയാൾ എന്തിനു വരുന്നു? RSSന്റെ ഒരുപറ്റ നേതാക്കളെ കൂട്ടി അവിടെ. അന്ന് മരണപ്പെട്ടത് RSS ആണെന്ന് തിരക്കടില്ല. അങ്ങനെ RSSുമായുള്ള ഒരു ക്ലാഷ് അവർക്ക് അവിടെ ഒന്നുമില്ല. എന്തിന് RSS എത്തുന്നു? ഒരു പാക്കേജാണ്. അയാൾ പറയുന്നു ഈ പ്രതി നേരെ അതേ ട്രെയിനിൽ യാത്ര പോവുകയാണ്. രത്നഗിരി വെച്ച് പിടിക്കുന്നു, മഹാരാഷ്ട്ര ATS പിടിച്ചു എന്നാ പറയുന്നത്. അതൊക്കെ ഇതിൽ വളരെ കൃത്യമായി പറയുന്നത്, സമയം നേരം ഒക്കെ. ഇയാൾ പറയുന്നത് പ്രതി വരുന്നത് ഷഹീൻ ബാഗിൽ നിന്നാണ്. അത് വത്സൻ തില്ലങ്കേരി പറയാം. ഷഹീൻ ബാഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഭീകരവാദികളെ വിരിയിപ്പിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും വലിയ ഹാച്ചറി പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഷഹീൻ ബാഗ്. ഷഹീൻ ബാഗിൽ ഇന്ന് വരെ ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ എന്തെങ്കിലും ഒരു കേസ് അവിടെ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും സംഭവം അവിടെ ആകെ ഉണ്ടായത് ഒക്കെയാണ്. അവിടെ ആകെ ഉണ്ടായത് പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നടത്തിയ ലോകപ്രസിദ്ധമായ ഒരു സമര സത്വരം, അതാണ് ഷഹീൻ ബാഗ്. ആ പൗരത്വ സമരം നടന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ആ നാട് ഭീകരരെ ഉൽപ്പാദിപ്പിക്കുന്ന, അടവിച്ച് വിരിയിക്കുന്ന ഹാച്ചറിയാണ് ആ നാട് എന്ന് വത്സൻ തില്ലങ്കേരി പറയുന്നു. പറഞ്ഞ് വത്സൻ തില്ലങ്കേരി പോയി അരമണിക്കൂറിനുള്ളിൽ ADGP അജിത് കുമാർ പത്രക്കാരെ കാണുന്നു. പത്രക്കാർ ചോദിക്കുന്നു, പ്രതിയെ പിടിച്ചോ? പിടിച്ചു. പ്രതിയോ? കുറ്റം സമ്മതിച്ചു. 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഇതിന്റെ മോട്ടീവ് എന്താണ് അറിയാമോ? 2 കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത്. ഒന്ന്, ഇയാൾ വരുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതാണ് അരമണിക്കൂർ മുമ്പ് ആര് പറഞ്ഞത്? വത്സൻ തില്ലങ്കേരി. രണ്ടാമത്തത്, ഇയാൾ ഫോളോ ചെയ്യുന്നത് റാഡിക്കൽ മുസ്ലിങ്ങളെയാണ്, സാക്കിർ നായിക്കിനാണ്. എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് ഏകദേശം ഒരു 38,000 ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് എന്ത് ബന്ധമുള്ളത്?
ആരൊക്കെ എന്നെ ഫോളോ ചെയ്യണം എനിക്കറിയോ. സാക്കിർ ടെലിവിഷനിൽ വന്ന് ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുന്ന നമ്മുടെ പ്രതീക്ഷയാണ്. സാക്കിറിന്റെ ഫേസ്ബുക്ക് ജീവകാരുണ്യ മേഖലയിൽ കുറഞ്ഞ വർഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കാരുണ്യ സ്ഥാപനമായി ഉയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ജബ്ബാറാജി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇവിടെ ഒത്തിരി നേതാക്കളുണ്ട്. നമുക്കറിയാം നമ്മൾ ഫോളോ ചെയ്യുന്ന ആരാണ്. ഞാൻ ഇന്ന് വരെ എന്നെ ഫോളോ ചെയ്യുന്ന ആരാന്ന് തെരഞ്ഞു പോയിട്ടേ ഇല്ല. കഴിയോ? ഈ സാക്കിർ നായിക്കിന്റെ ഫോളോ ചെയ്യേണ്ട ഈ വിദ്വാൻ പറയുന്ന കാരണങ്ങളാണിതൊക്കെ. എവിടെ പോയി ഈ കുട്ടിപ്പോ? ഈ കുട്ടിയെ കൊണ്ടുവരുന്ന രംഗം ചിത്രീകരിച്ച മാതൃഭൂമി, ആ മാതൃഭൂമിയിൽ ആ ന്യൂസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാതൃഭൂമിയുടെ ലേഖകന്മാർക്ക് അതിന് അവസരം ഒരുക്കിയത് ഇദ്ദേഹത്തിന് അതേ റാങ്കിലുള്ള ADGP റാങ്കിൽ ഇരിക്കുന്ന IPS വിജയനാണെന്ന് ആരോപിച്ച് IPS വിജയനെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചു അജിത് കുമാർ. വലിയ പോരാട്ടം നടത്തിയിട്ടാണ് IPS വിജയൻ തിരിച്ചു വന്നത്. ഞാൻ അന്ന് പറഞ്ഞു, PV അൻവർ ഇരിക്കുന്ന ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, PV അൻവർ പറയാ ഇവിടെ നടക്കുന്ന ഈ തോന്നിവാസം, ഈ പോലീസ് BJP RSS നെക്സസ് തുറന്നു പറയാൻ പ്രതിപക്ഷത്ത് ആരുമില്ല, ഭരണപക്ഷത്തും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, മിസ്റ്റർ അൻവർ, നിങ്ങളിത് തുടങ്ങിയപ്പോഴാ? നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തി അജിത് കുമാറിനെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നതിന്റെ 1.5 വർഷം മുമ്പ് ഈ അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊന്നും നമ്മൾ വിളിച്ചിട്ടില്ല. ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഇദ്ദേഹത്തിന്. ഇദ്ദേഹം RSSന്റെ ഒരു പ്രോഡക്റ്റാണ്. RSSന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഈ കേരളം മുസ്ലിം ഭീകരരാൽ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു നാടാണെന്നുള്ള പ്രതീതി ഉണ്ടാക്കലാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. മലപ്പുറം ജില്ല ഭീകര പ്രവർത്തനങ്ങളുടെ ഈറ്റില്ലമാണ്. ക്രിമിനൽ കേസുകളുടെ എണ്ണം കൂട്ടുന്നു. ഇതിനൊക്കെ പിന്നിൽ ഈ പുളിയ. കളമശ്ശേരി സ്ഫോടനം 8 പേരെ ജീവനെടുത്ത ഒരു തീവ്രവാദി ഇവരുടെ കയ്യിലുണ്ട്. എത്ര ദിവസം ചർച്ച ചെയ്തോടെ? ഒരു ചർച്ചയില്ല. അതിൽ ഗൂഢാലോചനയുണ്ടോ? അന്വേഷണത്തിൽ 8 പേരെ കൊന്നു. 8 പേര് വധിക്കപ്പെട്ട മാറാട് കേസിലെ ഗൂഢാലോചന എത്ര കാലം അവിടെ അന്വേഷിച്ച്? എത്ര പ്രതികളെ പിടിച്ചു? എത്ര എണ്ണത്തിന് ജയിലിലിട്ടു? എന്താ 8 ക്രിസ്ത്യാനികളെ ജീവന് വിലയില്ലേ നാട്ടില്? ആ ക്രിസ്ത്യാനികളെ ബോംബിട്ട് കൊന്ന പ്രതി വരെ കയ്യിലുണ്ട്. പിന്നെ ഒരു വാർത്ത ഉണ്ടോ? ഇതിന് അന്വേഷണം എവിടെ എത്തിയെന്നറിയോ? ആരാണ് ഇയാൾക്ക് പറയിൽ? പറയണ സംശയം എന്തല്ലോ, ഇയാള് ആ ബോംബിടുന്നതിന്റെ ഒരു 6 മാസം മുമ്പ് ഇയാൾ ദുബായി പോയിരുന്നു. ഒരു പക്ഷേ അവിടുന്ന് ഇയാൾ ഇസ്ലാം സ്വീകരിച്ചോ എന്ന് സംശയമുണ്ട്. നിഗമനാണ്. ആ കളമശ്ശേരി സ്ഫോടനം ഉണ്ടായ സമയത്ത് എന്താ ചർച്ച! ഹമാസിന്റെ നേതാവ് ഇവിടെ വന്നു, ഏർപ്പാട് ചെയ്തു. നികേഷ് കുമാറും പിന്നെ CPMന്റെ മുൻ MP സാക്കിർ, എന്താ അദ്ദേഹത്തിന്റെ പേര്? എറണാകുളത്തെ IB തന്നെ നമ്മളെ കോൺഗ്രസിന്റെ ആളുകൾ, സെബാസ്റ്റ്യൻ പോളും തമ്മിൽ ചർച്ച. എന്താ ചർച്ച? ആരാണ് ഹൂവേർ യഹോവ? യഹോ ആരാണ്? ജൂതന്മാരും യഹോയും തമ്മിലുള്ള ബന്ധവും സ്വാഭാവികമായിട്ടും അതൊക്കെ ചർച്ച ചെയ്യാണ് ഹമാസിന്റെ ഇവിടുത്തെ ആരാധകർ. മാത്രമല്ല, സ്ഫോടനം നടന്ന ഉടനെ തന്നെ പോയത് എവിടേക്കാണ്? പാനായിക്കുളം കേസ്, സിമി കേസ്. അതിൽ പോലീസ് പിടിച്ച് വർഷങ്ങളായി ജയിലിലിട്ട കേസ്. അവസാനം ഹൈക്കോടതി ആ കേസിട്ട് പിച്ച് കീറിയിട്ടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇതിനേക്കാൾ നല്ലത് വല്ല അമർ ചിത്രകഥ പോയി ഉണ്ടാക്കൂടോ എന്ന് എനിക്ക് നല്ലത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഇല്ലാത്ത പേര് പറഞ്ഞ് എത്ര വർഷം കുട്ടികളെ ജയിലിലിട്ടു, അവരുടെ ജീവിതം തന്നെ ഹോമിക്കപ്പെട്ടു. ഉത്തരേന്ത്യയിലെ കഥ അവിടെ നിൽക്കുന്നത്, നമ്മളെ കേരളത്തിലത് ഒന്നും അറിയാത്ത കുറെ ചെറുപ്പക്കാരെ. എന്നിട്ട് ഈ സ്ഫോടനം നടന്നപ്പോൾ ഈ MR അജിത് കുമാർ ആദ്യം പറഞ്ഞയച്ചത് ഈ പാനായക്കുളം കേസിലെ കോടതി വെറുതെ വിട്ട നിരപരാധികളാണ്
വെറുതെ വിട്ടവരെ എടുത്തേക്കാം. അന്ന് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ പാനായിക്കുളം കേസിലെ ആളുകൾ വെച്ച് ചർച്ച വീണ്ടും നടക്കുക. അവിടെ ആ ബോംബിട്ടുണ്ടല്ലോ സ്വയം വന്ന് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ എന്തായിട്ട് സംഭവിക്കുക? ഞാൻ തന്നെ അന്ന് അത് ചോദിച്ചു. ആ മനുഷ്യനെ സത്യത്തിൽ ആ കൊലയാളി നമ്മളെ കഴിച്ചിലേക്ക് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കംപ്ലീറ്റ് മുസ്ലിം സമുദായത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇതൊക്കെ ഇവിടെ നടക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇതൊക്കെ ചെയ്തിട്ടും CPM-നോടെ ഇപ്പോഴും ആവേശത്തോടെ നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ അവസ്ഥ എന്താണ്? ഊർക്കെന്താ ഇതൊന്നും തിരിയില്ലേ? CPM എന്നൊരു പാർട്ടി മനസ്സിലാക്കണ്ടേ? ഒരു സമുദായം മുഴുവൻ ഞങ്ങൾക്കെതിരാ ഇത് ചെയ്താൽ അവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. CPM-മാർക്ക് ഒറ്റ കാര്യം അറിയാം. അവര് നിങ്ങളിലെ ആവേശക്കാരുടെ എണ്ണം എത്രയാണെന്ന് അവരടുത്ത് കണക്കുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്തുണ കിട്ടാൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒന്നും ചെയ്തു കൊടുക്കണ്ട, ഒരു സഹായം ചെയ്തു കൊടുക്കണ്ട. ഇനി മുസ്ലിം സമുദായം അനുഭവിച്ചു വരുന്ന ആനുകൂല്യങ്ങൾ എടുത്തു കളഞ്ഞാൽ പോലും പ്രശ്നമില്ല. ആ ലാസ്റ്റ് അവസരം ഉണ്ടല്ലോ, ആ സമയത്ത് RSS-നെതിരെ 2 വർത്താനം മാത്രമേ മതി, വോട്ടും കൊണ്ട് പോന്നോളൂ. ഇതാണ് ഇവരുടെ നിഗമനം. മനസ്സിലായോ? 4 തെറി RSS-നോട് പറയാം. അത് പറഞ്ഞാൽ എല്ലാം മറന്ന് ഞങ്ങൾക്കിത് വോട്ട് ചെയ്തോളും. ആ സമുദായത്തിന്റെ നിലവാരം അത്രയേ ഉള്ളൂ. ഇത് ഇവർ തീരുമാനിച്ചതാ. മനസ്സിലായോ? എല്ലാം മറന്നോളും. ഇപ്പൊ നോക്കി എമ്മാതിരി ഒറ്റപ്പെടുത്തലാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ. ഈ വെള്ളാപ്പള്ളിയെ വെറുതെ ഇറക്കിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമാണ്. എന്തിനാണ് നിലമ്പൂരിൽ അയാളെ ഇറക്കിയത്? നിലമ്പൂർ വെച്ചാൽ ഈ ജില്ലയെക്കുറിച്ച് പറഞ്ഞതെന്താണ്? പറഞ്ഞതിനെ ഇവരാരും അപലപിച്ചില്ലെന്ന് മാത്രമല്ല, പിന്നീട് അയാൾക്ക് കണിച്ചുകുളരി കൊടുത്ത സ്വീകരണത്തിൽ മുഖ്യമന്ത്രി പോലും വാനോളം പൊഴുത്തുകയാണ്. മതനിരപേക്ഷതയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നേതാവ്, ഇയാളെ കുറിച്ച് പറയാ. തലേ ദിവസം ഈ പറഞ്ഞിട്ട് ഈ തെമ്മാടിത്തരങ്ങൾ അവിടെ കിടക്കുക. എന്നിട്ട് പറയാ മതനിരപേക്ഷതയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നേതാവ്. അദ്ദേഹത്തിന്റെ നാവ് സരസ്വതിയാണ്. വേറെ എന്തെല്ലാം അയാൾ പറഞ്ഞു. പക്ഷെ അയാളുടെ വാക്കുകൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ വരാറുണ്ട്. അത് ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വരുന്ന സാധനങ്ങളൊക്കെ ആ സമുദായത്തിനെതിരെയുള്ള സാധനമാക്കി ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. വെള്ളാപ്പള്ളി പോലും അങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ മുസ്ലിം ലീഗിനെ കുറിച്ച് എന്തായി പറഞ്ഞുള്ളൂ? അയാൾ നിലമ്പൂരിൽ ഫുള്ളും മുസ്ലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. സഫക്കേറ്റിംഗ്, വീർപ്പ് മുട്ടലിലാണ് ഇവിടെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മറ്റേ സുരേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല ഇവിടെ. നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും മലപ്പുറം ജില്ലയ്ക്ക് കടന്നാൻ കിട്ടൂല. അതിനടിയിൽ തന്നെ നമ്മൾ നോമ്പിന് തുറക്കുന്ന ഹോട്ടലിന്റെ ലിസ്റ്റ് നമ്മൾ കുട്ടികൾ ഇട്ട് കൊടുത്തത്. എനിക്ക് എത്ര ഗ്ലാസ് വെള്ളം വേണം സുര, ഇങ്ങോട്ട് വാന്നറിയിട്ട് മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾ ഇട്ടെടുത്തത്. എന്നിട്ട് വാനോളം പുകഴ്ത്തി. ആ പുകഴ്ത്തിയ പിണറായി വിജയന്റെ നടപടിയെ വിമർശിക്കാൻ മുസ്ലിം സമുദായത്തിൽ എത്ര പേർ മുന്നോട്ട് വന്നു? ഞാൻ സംഘടനയുടെ പേര് പറയില്ല. ഇപ്പൊ സമീപകാലത്ത് ചില സംഘടനകളുടെ സ്വഭാവമാണ് ഞാൻ ഈ പറയണത്. പിറന്നു വീണ സമുദായത്തിനെ കുറിച്ച് അതിനികൃഷ്ടമായ വർഗീയ പരാമർശം നടത്തിയ ഒരു കടുത്ത വർഗീയവാദിയായ ഒരു മനുഷ്യനെ, വർഗീയ ഭ്രാന്തനായ ഒരു മനുഷ്യനെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും 5 ക്യാബിനറ്റ് മന്ത്രിമാരും ആകാശത്തിട്ട് അഭിനന്ദിച്ച് തൊട്ടിലാട്ടി. മോശമായി പോയി. നാടിന്റെ ഭരണാധികാരിയിൽ അങ്ങയുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് എത്ര മുസ്ലിം സംഘടനകൾ പറഞ്ഞു. അതിനൊന്നും ഊക്ക് കാണിക്കൂല. ലീഗിന്റെ നേരെ എങ്ങനെ മെക്കിട്ട് കയറാൻ വരും? ആരെങ്കിലും വന്നാ? ഞങ്ങൾക്കറിയാം അതൊക്കെ സംഭവിക്കുന്നുള്ളത്. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പതാ വീണ്ടും സ്വീകരണം കഴിഞ്ഞിട്ടില്ല. സ്വീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലുവേരുന്ന് കഴിഞ്ഞ്, ചേർത്തല വേറൊന്ന് കഴിഞ്ഞ്. നോക്കിക്കോ, ഇയാളെ കേരളം മുഴുവനും ഇയാൾക്ക് സ്വീകരണമാവും. ഇയാൾക്ക് മിഞ്ഞാന്ന് ഞാൻ ചോദിച്ച സെൻട്രൽ ഗവൺമെന്റ് ഇയാൾക്ക് വൈ കാറ്റഗറി സുരക്ഷ കൊടുത്തിരിക്കുക. എന്താ വൈ കാറ്റഗറി സുരക്ഷ? ഞങ്ങൾ 14 പേരാണ് മദ്രാസ് റെജിമെന്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ. 7 പേർ എപ്പോഴും ലൈവാ. AK-47 അടക്കം അത്യാധുനിക മെഷീൻ ഗണ്ണ കയ്യിൽ.
അതും വെച്ചിട്ട് നടക്കുക. അത് വെച്ച് നടക്കുന്ന ഒരാൾ കേരളത്തിൽ ആരാ? ഇയാൾ മാത്രമേ ഉള്ളൂ. അതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ചെലവിലാണ്. 10 നയാ പൈസയുടെ ചെലവില്ല. നമ്മളെ KM ഷാജിക്ക് വധഭീഷണിയുണ്ട്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് പോലീസിന്റെ ശുപാർശ പ്രകാരം സർക്കാർ ഗൺമാൻ അനുവദിച്ചു കൊടുത്തു. ആ ഗൺമാന്റെ കയ്യിൽ ഒരു റിവോൾവർ ഉണ്ടാവും. ലോഡ് ചെയ്ത റിവോൾവർ കയ്യിലാണ്. ചില രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്, ഉയർന്ന നേതാക്കൾക്കുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനുണ്ട്, K സുധാകരനുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സർക്കാരല്ല. എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ Y കാറ്റഗറി അതല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും ഈ മെഷീൻ ഗണ്ണും AK-47 എഴുതിയ ആളുകളുണ്ട്. എന്താ ഇയാൾക്ക് മുമ്പ് 2 പോലീസുകാരെ നൽകിയിരുന്നു. എന്താ കാരണം? ഇയാൾ പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ മൈക്ക് എന്തോ എർത്തൊക്കെ തെറ്റി എന്തോ ഒരു ഷോക്കടിച്ചു പോയി. അതിൻ്റെ പേരിൽ ഇന്നെ ഷോക്കടിപ്പിച്ച് കൊല്ലാനിതാ നോക്കുന്നേ എന്ന് പറഞ്ഞ് ഇയാൾ ഗവൺമെന്റ് പരാതി കൊടുത്തിട്ട് 2 പോലീസുകാരെ ഇയാൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ മൈക്ക് സെറ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി 2 പോലീസുകാരെ വെച്ചു കൊടുത്തു. അത് 2 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രശ്നമില്ല എന്ന് ബോധ്യപ്പെട്ട് പോലീസിന്റെ ശുപാർശ അടിസ്ഥാനത്തിൽ വിവരിക്കുകയും ചെയ്തു. ഇപ്പൊ ഇത്രയും വലിയ സർക്കാരിന്റെ നികുതി ഫണ്ടിൽ നിന്ന് ഇമ്മൻസ് തുക ചെലവിട്ട് ഇത്ര വലിയ സെക്യൂരിറ്റി കേരളത്തിലുള്ള സെൻട്രൽ നിയമിക്കുന്ന ഗവർണർക്ക് പോലും ഇല്ല. ഈ ഗണ്ണ് എന്തിയൻ ഇത് ബോംബെയിലൊക്കെ അധോലോകക്കാരുടെ കയ്യിലുണ്ട്. മനസ്സിലാക്കണം. ഇത്രയൊക്കെ പണം ചെലവിട്ട് ഒരാൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ ഇത് ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം എന്താ? ഇയാളെ വെച്ച് കേരളത്തിന്റെ സാമുദായ അന്തരീക്ഷം നശിപ്പിക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക. ഹിന്ദു മുസ്ലിം രൂക്ഷമായ രക്തരൂക്ഷിതമായ കലാപം ഉണ്ടാക്കുക. ഗുജറാത്തൊക്കെ ചെയ്തതുപോലെ കലാപങ്ങളിൽ നിന്നും കലാപത്തിന്റെ ഗുണം ഇന്ത്യയിൽ മുഴുവൻ കിട്ടിയ BJPക്ക് കലാപത്തിലൂടെ വളർന്നൊരു പാർട്ടിയാണ്. ഗുജറാത്ത് കലാപമാണ് ഗുജറാത്തിലേക്ക് പരിപൂർണമായി ഭരണം അവരിലേക്ക് നീക്കിയത്. ആ ഗുജറാത്ത് കലാപം കൊടുത്ത മെസ്സേജാണ് ഇന്ത്യ മുഴുവനും എന്താണ് നരേന്ദ്രമോദിയിലേക്കും അമിത്ഷായിലേക്കും മാറിയത്. താരതമ്യേന പക്വമതികളായിരുന്ന അഡ്വാനി, മുരളി മനോഹർ ജോഷി, വാജ്പേയി തുടങ്ങിയവരൊക്കെ നീങ്ങി ഇവരെ കയ്യിലേക്ക് വന്നു. അപ്പൊ വെള്ളാപ്പള്ളി ഇവിടെ ഇറക്കിയത് അതിന് തന്നെയാണ്. എന്തൊക്കെ അയാൾ പറയുന്നത്? പെറ്റുകൂട്ടുന്നു അല്ലേ? ഞാൻ ഇന്നലെ ചോദിച്ചു, സുരേഷ് ഗോപിക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചു. സിനിമാ നടൻ കൃഷ്ണകുമാറിന് എത്ര ആളുണ്ട്? ഈ വെള്ളാപ്പള്ളി തന്നെ 12 മക്കളിൽ ഒന്നാ. വെള്ളാപ്പള്ളിന്റെ അച്ഛനും അമ്മയും മോശക്കാരല്ല, 12 ഇത് പറയാൻ പാടുണ്ടോ? പിന്നെന്തൊക്കെ മുഖ്യമന്ത്രി, മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയാക്കാൻ നോക്കും. മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി പദം ചോദിച്ചിട്ടില്ലെന്നവരെ മുസ്ലിം ലീഗിനെ തേടി വന്നതാ. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഉസ്മാൻ സാഹിബും പ്രതിപക്ഷ നേതാവ് സ്ഥാനം ചോദിച്ച് എവിടെയും ചെന്നതല്ല. അന്നത്തെ മദ്രാസ് അസംബ്ലിയിൽ മുസ്ലിം ലീഗ് അത്ര വലിയ കക്ഷിയൊന്നല്ല. 29 സീറ്റ് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ എണ്ണം സീറ്റുള്ള പാർട്ടികൾ അവിടെ ഉണ്ട്. എന്നിട്ടും ഇസ്മായിൽ സാഹിബിനെ തേടി സ്പീക്കർ സ്ഥാനം വന്ന്. കേരളത്തിൽ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയാകുമ്പോൾ എന്താണ് ഏറ്റവും വലിയ പാർട്ടി ലീഗാണോ? അല്ല. എന്നിട്ടും CHനെ തേടി വന്നു. മുഖ്യമന്ത്രി പദം മുസ്ലിം ലീഗിന് വേണം എന്ന് ലീഗ് ആഗ്രഹിച്ചാൽ ലീഗിന് എന്തെല്ലാം വഴികളുണ്ട്? 5 കൊല്ലം ആണ് ഭരണകാലാവധി. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലും ഒക്കെ 2.5-3 കൊല്ലം പോകുമ്പോൾ പ്രസിഡന്റ് പദവി, ചെയർമാൻ പദവി വെച്ച് മാറാറില്ലേ? അതേപോലെ അവസാനത്തെ 2 കൊല്ലം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ തരൂല എന്ന് കോൺഗ്രസ് പറയോ? പക്ഷെ ലീഗ് അങ്ങനെ ചോദിക്കാറില്ല. ലീഗിന്റെ പതിവ് അതല്ല. ലീഗ് ഒരു ടീം സ്പിരിറ്റിലാണ് നിൽക്കുന്നത്. ഇന്ന പദവി വേണം, ഇന്ന പദവി എന്നല്ല. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കൂടെ നിന്ന് ഭരണനിർവഹണത്തിൽ പങ്കാളികളാകുക. ലീഗിന്റെ ലൈൻ അതാണ്. അല്ലാതെ ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയ എല്ലുമായി. അങ്ങനെയാണെങ്കിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദിനും ഡോക്ടർ സാക്കിർ ഹുസൈനും രാഷ്ട്രപതി സ്ഥാനം കിട്ടിയില്ലേ? ഇന്ത്യയിൽ അതിനേക്കാൾ വലിയ പദവിയുണ്ടോ?
സുപ്രീം കോടതി ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പിന്നീട് ആ മനുഷ്യനെ ജീവിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന്റെ മാപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ ജീവൻ. ഇന്ത്യയിലെ 3 സേനകൾ ചലിക്കണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പിടണം. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിനെ നാളെ നേരം വെളുക്കണം ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടണമെന്ന് രാഷ്ട്രപതിക്ക് തോന്നിയാൽ പിരിച്ചുവിടപ്പെട്ടത്. അത്രയും വലിയൊരു സ്ഥാനം വേറെ ഉണ്ടോ? രാജ്യത്തിന്റെ പ്രഥമ പൗരന്റെ ഇരിപ്പിടം. ആ ഇരിപ്പിടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ 2 വ്യക്തികൾ കയറിയിരുന്നത്. മൂന്നാളാരാ? ഡോക്ടർ ജാക്കിർ ഹുസൈൻ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പിന്നെ മൂന്നാമത്തെ നമ്മളെ APJ അബ്ദുൽ കലാം. സോറി, ഇത് APJ അബ്ദുൽ കലാം വരുന്നതിന് മുമ്പിട്ടുള്ള എൻ്റെ പ്രസംഗം കേട്ടോ. നിങ്ങൾ അങ്ങനെ കുത്തിയാൽ മതി. ഇപ്പൊ സാന്ദർഭികമായി ഓർത്തുപോയതാ. എൻ്റെ പഴയ യൂട്യൂബിൽ അടിച്ചു നോക്കി നിങ്ങൾ. അങ്ങനെ പറഞ്ഞ് ശീലായ സഹോദര. ഏതായാലും ജബ്ബാറാജി ആള് മോശക്കാരനല്ല. ചില ഇതായിട്ട് ആരും പഞ്ചായത്ത് പറയില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഹാലിൽ പോവുകയാണ്. പക്ഷെ ഇതൊക്കെ തിരുത്തി തരാൻ പറ്റുന്ന വിവരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നല്ല അറിവാണ്. അപ്പോൾ ഈ 3 പേര് അങ്ങനെയാണ് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളതൊക്കെ ലൈവൊക്കെ വിടുന്നതുകൊണ്ട് ഒരു സ്വതന്ത്രമായി സംസാരിക്കാൻ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഒരു മുസ്ലിമിനെ കൊണ്ടുള്ള യാതൊരു ഉപദ്രവവും ഇല്ലാത്ത കുറേ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പരിഗണിക്കപ്പെട്ടത് പല കാരണങ്ങളാലാണ്. അതിൽ ഡോക്ടർ ജാക്കിർ ഹുസൈനും ഫക്രുദ്ദീൻ അലി അഹമ്മദും എന്ന് പറഞ്ഞാൽ ഇല്ല, ഞാനത് കൂടുതൽ വിശദീകരിക്കാൻ നടക്കില്ല. അതിൻ്റെ പിന്നിൽ എൻ്റെ അയക്കാനും മോശമായിരിക്കും. ഞാൻ പറയുന്നത് ഇത്രയും വലിയ പദവിയിൽ വരെ ഈ സമുദായം ഇരുന്നത് അല്ലേ? എന്നിട്ട് ഈ സമുദായത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒന്ന് പരിഹരിക്കാൻ ഈ സ്ഥാനം കിട്ടിയിട്ട് ബഹുമാർക്ക് കഴിഞ്ഞണോ? ഇവർക്കാർക്കെങ്കിലും? അതാണ് ഇസ്മായിൽ സാഹിബ് അന്ന് ചോദിച്ചത്. നെഹ്റു പിരിച്ചുവിടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, നെഹ്റുജി ഇത് ജനാധിപത്യ രാജ്യമാണ്. എന്താ ജനാധിപത്യം? ഭൂരിപക്ഷം നോക്കി കാര്യം തീരുമാനിക്കും. ഇന്ത്യയിലെ ഒരു സഭയിലും ഭൂരിപക്ഷം ആകാൻ കഴിയാത്ത നിർഭാഗ്യ സമുദായമാണ് എൻ്റേത്. അപ്പൊ ഭൂരിപക്ഷം നോക്കി കാര്യം തീരുമാനിക്കുന്നിടത്ത് ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്യും നെഹ്റുജി? സംഘടിച്ച് സർക്കാരിന്റെ മുമ്പിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാനും വേണ്ടി വന്നാൽ പൊട്ടിക്കരിയാനും ഞങ്ങൾക്കൊരു സംഘടന വേണ്ടേ? അങ്ങയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ നാളെ വരാൻ പോകുന്ന പ്രധാനമന്ത്രിമാർ അങ്ങേപ്പോലെ ആകണമെന്നില്ല. അപ്പം നെഹ്റു പറഞ്ഞു, നിങ്ങൾക്ക് ഏത് സ്ഥാനം വേണം എഴുതിക്കൊണ്ടാ, അർഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് തരാം, ലീഗ് പിരിച്ചുകൊണ്ടെന്ന്. അപ്പോഴാ പറഞ്ഞത്, ഈ രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ കയറി ഇരിക്കാനല്ല ഈ പാർട്ടി ഉണ്ടാക്കിയത്. അങ്ങനെ ഏതെങ്കിലും വ്യക്തികളെ കൊണ്ട് ഈ വലിയ സ്ഥാനങ്ങൾ ഇരുത്തിയാൽ ഈ രാജ്യത്തിലെ മുസ്ലിമിന്റെ പ്രശ്നം തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ് പ്രാധാന്യം. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നത്, അതും ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടി എന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ന്യൂനപക്ഷ സമൂഹത്തിന്റെ രാഷ്ട്രീയപരമായ അനിവാര്യതയാണ്. ഇസ്മായിൽ സാഹിബ് കൊടുത്ത മറുപടിയാണ്. അത് എത്രമാത്രം ദീർഘവീക്ഷണപരവും ശരിയായ വിലയിരുത്തലുമാണെന്ന് കാലം തെളിയിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 3 പേർക്ക് ഈ സ്ഥാനത്ത് ഇരിക്കാൻ കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്? ജാക്കിർ ഹുസൈന് വേറൊരു ചരിത്രം കൂടിയുണ്ട്. ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി മൗലാന അജ്മൽ ഖാൻ ഉണ്ടാക്കിയ ജാമിയ മിലിയ സർവകലാശാല, അതിന്റെ വൈസ് ചാൻസലറായിരുന്നു ഡോക്ടർ ജാക്കിർ ഹുസൈൻ. തൊപ്പിയും താടിയൊക്കെ ധരിച്ച, ഷെർവാണിയൊക്കെ ധരിച്ച, വളരെ ഇസ്ലാമിക ഭക്തിപരമായി ജീവിച്ച ഡോക്ടർ ജാക്കിർ ഹുസൈൻ ജാമിയ മില്ലിയയുടെ വൈസ് ചാൻസലർ ഇരിക്കുന്ന കാലത്ത് മാസത്തിലൊരിക്കൽ അദ്ദേഹം രാഷ്ട്രപതി ഭവനിൽ കയറും. എന്തിനെ? ഒരു നിവേദനം കൊടുക്കാൻ. എന്താണ് ആ നിവേദനത്തിനുള്ളത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥക്ക് പ്രധാന കാരണം അവരുടെ ഭാഷയായ ഉറുദുവിന് ഒഫീഷ്യൽ അംഗീകാരമില്ലാത്തതാണ്. രാജ്യത്ത് കലാപങ്ങൾ ഉത്തരേന്ത്യയിൽ പലതും നടന്നു.
ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. എല്ലാ അന്വേഷണ കമ്മീഷനുകളും കണ്ടെത്തി പോലീസ് വൺ സൈഡായിരുന്നു. പോലീസ് ഇടപെട്ടില്ല. എന്നാൽ മുസ്ലിങ്ങൾ കമ്മീഷനോട് പറഞ്ഞു, ഞങ്ങൾ പോലീസിൽ പരാതി നൽകി. പോലീസ് തിരിഞ്ഞു നോക്കിയില്ല. പോലീസിനെ വിളിച്ച് കമ്മീഷൻ വിചാരണ ചെയ്തു. ബദാവുൻ കലാപവും മീററ്റ് കലാപവും അന്വേഷിച്ച ജസ്റ്റിസുമാർ അവരുടെ റിപ്പോർട്ടിൽ എഴുതി വെച്ചത് എന്താണെന്ന് അറിയോ? പരാതി കിട്ടിയിട്ടും എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ രക്ഷക്ക് പോലീസെത്തിൽ? അവരും ഈ രാജ്യത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്നവരല്ലേ. ആദ്യം പറഞ്ഞു പരാതി കിട്ടിയില്ല. കിട്ടിയ പരാതിയുടെ കോപ്പി അന്വേഷണ കമ്മീഷൻ ഉയർത്തിപ്പിടിച്ചു. ഇത് പരാതിയല്ലേ, ഇത് നിങ്ങൾക്ക് തന്നതല്ലേ? അപ്പൊ പറഞ്ഞു അത് ഉറുദുവിലാണ്. ഉറുദു ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ചിട്ടില്ല. ഉറുദുവിൽ എഴുതിത്തരുന്ന ഒന്നും സ്വീകരിക്കാൻ നിയമപരമായി ഞങ്ങൾക്ക് കഴിയില്ല. കൊടുത്ത മറുപടിയാ. വില്ലേജ് ഓഫീസിൽ എഴുതി കൊടുത്തിട്ട് കാര്യമില്ല. പഞ്ചായത്തിൽ സ്വീകരിക്കൂല, താലൂക്കിൽ സ്വീകരിക്കൂല, കലക്ട്രേറ്റിൽ സ്വീകരിക്കൂല, ആരും സ്വീകരിക്കൂല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്ത്യയിൽ 35% മനുഷ്യന്മാർ സംസാരിക്കുന്ന ഭാഷയാണ് ഉറുദു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉശിരും ചൂടും പടർന്ന ഭാഷയാണ്. ഗദ്യങ്ങളും പദ്യങ്ങളും ഗസലുകളും കവാലികളും ഒക്കെ ഇറങ്ങിയ അതിമനോഹരമായ ഭാഷ. വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതിപ്പോയി എന്ന ഒരൊറ്റ കാരണത്താൽ ഭാഷാ അംഗീകാരം പോലും ഇന്ത്യയിലില്ല. 1% മനുഷ്യന്മാർ പോലും സംസാരിക്കാത്ത തുളു, കൊങ്ങിണി, ആ ഭാഷക്കൊന്നും ആ ഭാഷയിൽ നിന്ന് എഴുതാൻ കഴിയില്ല. ലിപി പോലും ഇല്ലാത്ത ഭാഷകൾക്ക് വരെ ഈ രാജ്യത്ത് അംഗീകാരമുണ്ട്. എന്നിട്ടും ഉറുദുവിനില്ല. ആ ഉറുദുവിന് ഭാഷാ അംഗീകാരം വേണമെന്ന ആവശ്യവുമായിട്ടാണ് ജാമിയ മില്ലയുടെ വൈസ് ചാൻസലറായിരിക്കുന്ന കാലത്ത് ഡോക്ടർ ജാക്കിർ ഹുസൈൻ രാഷ്ട്രപതി ഭവനിൽ കയറിയിറങ്ങിയത്. ജാക്കിർ ഹുസൈന്റെ നിവേദനം രാഷ്ട്രപതി ഭവനിൽ ഇങ്ങനെ അട്ടിയട്ടിയായി കുമിഞ്ഞുകൂടി. കാലങ്ങൾ മുന്നോട്ട് പോയി. അല്ലാഹു വലിയവരാണ് അല്ലേ? എന്താ സംഭവിച്ചത്? ഈ നിവേദനം കൊണ്ടുകൊടുത്ത വ്യക്തി ഒരു നാൾ ആ നിവേദനം സ്വീകരിച്ച പദവിയിൽ ഇരിക്കാൻ അള്ളാഹു അവസരമൊരുക്കി. ഡോക്ടർ ജാക്കിർ ഹുസൈൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അവിടെ കുമിഞ്ഞു കൂടി കിടക്കുന്ന തന്റെ നിവേദനമുണ്ട്. ആ നിവേദനം പോലും പരിഗണിക്കാൻ രാഷ്ട്രപതി സ്ഥാനം കിട്ടിയിട്ടും ഡോക്ടർ ജാക്കിർ ഹുസൈന് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ നിർഭാഗ്യം. അവിടെയാണ് ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ പ്രസക്തി. കാരണം ജാക്കിർ ഹുസൈൻ ഒരു വ്യക്തി മാത്രമാണ്. ഒരു വ്യക്തി വിചാരിച്ചതുകൊണ്ട് രാജ്യത്തൊന്നും ചെയ്യാൻ കഴിയില്ല. രാഷ്ട്രപതി പദവി കിട്ടിയിട്ടും നടപ്പിലാക്കാൻ ജാക്കിർ ഹുസൈന് സാധിക്കാത്ത ആ ഉറുദു ഭാഷയുടെ അംഗീകാരം എന്ന ആവശ്യം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയത് എങ്ങനെയാണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ സഖ്യം വഴി ഉണ്ടാക്കിയെടുത്ത ഊഷ്മളമായ ബന്ധം വഴിയാണ് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ട് 1991 ഉറുദു ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചു. മാത്രമല്ല രാജ്യത്തിന്റെ സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജായി പ്രഖ്യാപിക്കപ്പെട്ടു. 90കളിൽ ബാബരി മസ്ജിദിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ കോൺഗ്രസുമായുള്ള ബന്ധം ലീഗ് അവസാനിപ്പിച്ചു. ബാബരി മസ്ജിദിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അധികാരത്തിൽ കടിച്ചു തൂങ്ങില്ലേന്ന് ചോദിക്കുന്നവർക്ക് ബാബരി മസ്ജിദിന് വേണ്ടി സാക്രിഫൈസ് നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ലീഗ് മാത്രമാണ്. ബാബരി മസ്ജിദിന് വേണ്ടി ഏറ്റവും വലിയ ലീഗിന്റെ കേരളത്തിലെ ഈ സ്ഥാനമാനങ്ങളിലൊക്കെ എത്തിയത് മുന്നണിയിലൂടെയാണ്. മുന്നണി എന്നതിനാണ് ലീഗിന്റെ സകലതും. ലീഗിന്റെ ജീവൻ തന്നെ മുന്നണിയാണ്. മുന്നണിയില്ലെങ്കിൽ ലീഗിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അത്രയും പ്രിയപ്പെട്ട സേഫ് സോണാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുന്നണി. ആ സേഫ് സോണിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് ലീഗ്. ആർക്ക് വേണ്ടി? ആ ബാബരി മസ്ജിദിന് വേണ്ടി. ആ ബാബരി മസ്ജിദിൽ നിസ്കരിക്കണവനോ ആ ഭാഗത്തുള്ള ഒരുത്തനും ഈ ലീഗിലേക്ക് വന്നിട്ടില്ല. അതിന്റെ നടത്തിപ്പേരും കമ്മിറ്റിക്കാരും ബാങ്ക് കൊടുക്കണേനായിട്ട് നമുക്കൊരു ബന്ധമില്ല. ഉണ്ടോ? അത് അവിടുത്തെ മുസ്ലിങ്ങൾ നോക്കട്ടെ. ഇത് ഞങ്ങളുടെ കാര്യമില്ല, ഞങ്ങൾ ഇവിടെ ഉള്ളൂ, ഞങ്ങൾക്ക് ഇവിടുത്തെ പള്ളി നോക്കിയാൽ മതി എന്ന് അറിഞ്ഞിരുന്നോ? ഇല്ല. ബാബരി മസ്ജിദിനകത്ത് അനർഹമായി കൊണ്ടുവച്ച വിഗ്രഹത്തെ തൊഴാൻ
അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിൽ ആഭ്യന്തരമന്ത്രിയായ SP ചവാൻ പോയി. ആ ഒരൊറ്റ കാരണത്താലാണ് ലീഗ് എന്ത് പറഞ്ഞത്, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ആ കൊണ്ടുവച്ച വിഗ്രഹത്തിൽ പോയിട്ട് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ പോയി തൊഴുതു നിൽക്കാന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ നിന്നാണ് നീതി കിട്ടുക? നിങ്ങൾ ഈ സമീപനവുമായി പൊരുത്തപ്പെടാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് വർഷങ്ങളുടെ ബന്ധം പിച്ചളപ്പിന്നിന്റെ വില കൽപ്പിക്കാതെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് മുന്നണിയിൽ നിന്ന് പോകുന്നതോടുകൂടി മുസ്ലിം ലീഗിന് അങ്ങനെ മുന്നണി വിട്ടു പോകാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അവരുമായുള്ള പ്രശ്നം നമുക്ക് സംസാരിച്ച് തീർക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കന്മാർ കെ കരുണാകരൻ, AK ആന്റണി, അന്നത്തെ മുന്നണി കൺവീനർ ശങ്കരനാരായണൻ തുടങ്ങി ഡൽഹിയിലുള്ള നേതാക്കന്മാർ അർജുൻ സിംഗ്, ഗുലാം നബി ആസാദ് തുടങ്ങിയ പല പ്രഗത്ഭരും കോൺഗ്രസിനുള്ളിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി. അതുവഴി കോൺഗ്രസ് ലീഗ് ചർച്ചകൾ ആരംഭിച്ചു. ഏതാനും മാസം 7 or 8 മാസമേ വിട്ടുനിന്നിട്ടുള്ളൂ. തിരുവനന്തപുരത്തും ഡൽഹിയിലും പാണക്കാടുമായി ചർച്ചകൾ പുരോഗമിച്ചു. ചർച്ചകളിൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരവസ്ഥകളും, ആവലാതികളും, വിഷമങ്ങളും, കലാപം കൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാലുഷ്യങ്ങളും ഒക്കെ കോൺഗ്രസിന് മുമ്പിൽ അക്കമിട്ട് നിരത്തി. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരു ആനുകൂല്യം ഇന്ത്യ രാജ്യത്തിലെ ഒരു സർക്കാരും ഈ സമുദായത്തിന് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സമുദായത്തിന്റെ സാംസ്കാരിക അടയാളങ്ങളായ പലതും അതിന്റെ മുസ്ലിം സ്വഭാവം ഇല്ലാതാക്കാൻ പലവരും നിങ്ങൾ ശ്രമിച്ചു, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ അവിടെ മുന്നിൽ വെച്ച് ഇതിനൊരു പരിഹാരമുണ്ടാക്കാതെ നിങ്ങളുമായി ഇനിയില്ല. 10-40ഓളം വിഷയങ്ങൾ ലീഗ് മുന്നോട്ട് വെച്ചു. നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ 10 ആവശ്യങ്ങൾ കോൺഗ്രസ് അംഗീകരിച്ച് മുസ്ലിം ലീഗ് മുന്നണിയിൽ പുനഃപ്രവേശിക്കാൻ തീരുമാനമായി എന്ന വാർത്ത പിറ്റേ ദിവസം പത്രങ്ങളിൽ വരെ, അന്നത്തെ ഒരു ടെലിവിഷനും അന്തിച്ചർച്ചയൊന്നുമില്ല. ആ പത്രം ഇറങ്ങിയ മാതൃഭൂമി ഇന്നും കോളേജിൽ പോകുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. എന്നാണ് അന്ന് 10 കമൻമെന്റ്സ് എന്ന മൂസാ നബിയുടെ ചരിത്രം പറയുന്ന ദ ഹിസ്റ്ററി ഓഫ് മോസസ് എന്ന ഒരു ഇംഗ്ലീഷ് പടം കോഴിക്കോട് ക്രൗൺ തിയേറ്ററിൽ വന്ന് അന്നത്തെ പത്രങ്ങളിൽ എടുത്തു നോക്കിയാൽ സിനിമാ പരസ്യം ഭയങ്കരമാണ്. അപ്പൊ 10 കമൻമെന്റ്സ് എന്ന ഇംഗ്ലീഷ് ചിത്രം അമ്പിച്ച രീതിയിൽ ഹൗസ്ഫുള്ളായി ക്രൗൺ തിയേറ്ററിൽ ഓടുന്നു. എല്ലായിടത്തും 10 കമൻമെന്റ്സിന് ബോർഡ്. അന്ന് മാതൃഭൂമിന്റെ എഡിറ്റോറിയൽ എന്താണ്, ലീഗിന്റെ 10 കമൻമെന്റ്സ്. മാതൃഭൂമിന്റെ എഡിറ്റോറിയലാണ്. ലീഗിന്റെ 10 കൽപ്പനകൾക്ക് മുമ്പിൽ കോൺഗ്രസ് മുട്ടുമടക്കി. അത് മാതൃഭൂമിയായിട്ട് നമ്മളെ പിടുത്തം മനസ്സിലാക്കണം. എന്തായിരുന്നു 10 ആവശ്യങ്ങൾ? ആ 10 ആവശ്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല, കാരണം എന്റെ വിഷയം വേറെയാണ്. അതായത് അതിലെ ഒന്നാമത്തെ ആവശ്യം ആരാധനാലയ സംരക്ഷണ നിയമമായിരുന്നു. 1986 മുസ്ലിം ലീഗിന്റെ ബനാത്ത് വാല ഇന്ത്യൻ ലോക്സഭയിൽ അവതരിപ്പിച്ച് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയ പ്രമേയം. ആ പ്രമേയം രാജ്യത്ത് നിയമമാക്കണമെന്ന ലീഗ് മുന്നോട്ട് വെച്ച ആവശ്യം. അതുവഴിയാണ് ആരാധനാലയ സംരക്ഷണ നിയമം വന്നത്. രണ്ടാമത്തെ ആവശ്യമായിരുന്നു എന്ത്, ഉറുദുവിനെ ഔദ്യോഗിക ഭാഷ ആക്കണം എന്നുള്ളത്. ഉറുദു സംസാരിക്കണ ആരും നമ്മുടെ പാർട്ടിയിലില്ല. നമുക്കിട്ട് ഉറുദു തിരിയില്ല അല്ലേ ആ കാലഘട്ടം. ഇപ്പൊ കുറച്ച് എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ വേരുകളായി വരുന്നുണ്ട്, അൽഹംദുലില്ലാ. എന്താണ് ഇത്ര പ്രാമുഖ്യത്തോടു കൂടി എടുക്കാനുള്ള കാരണം? ഉത്തരേന്ത്യയിലും വടക്കേന്ത്യയിലും മുസ്ലിങ്ങൾ പ്രാന്തവൽക്കരിക്കപ്പെടാനുള്ള കാരണം അവർക്ക് ഉറുദു അല്ലാത്ത ഒന്നും തിരിയില്ല. ആ ഉറുദുവിനിട്ട് അംഗീകാരമില്ല. ഒരു രാജ്യത്തിന് ആനുകൂല്യം ഇട്ടൊക്കെ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ ഭാഷ ഇല്ലാതെ വേറെ ഒന്നും അറിയില്ല. അങ്ങനെയാണ് അത് അംഗീകരിക്കപ്പെട്ടത്. മൂന്നാമത്തെ ആവശ്യം മൈനോറിറ്റി കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പദവി. നാലാമത്തത് എല്ലാ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെയാണ് ന്യൂനപക്ഷ മന്ത്രാലയം ഉണ്ടായത്. KT ജലീലൊക്കെ അതിന് മന്ത്രിയാകാൻ കഴിഞ്ഞ അതുകൊണ്ടാ. എല്ലാ സ്റ്റേറ്റിലും മുസ്ലിങ്ങൾക്കായി മൈനോറിറ്റി എക്കണോമിക്കൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ടാക്കണം തന്നെ. അതിലാണ് INL വഹാബ് ചെയർമാനായത്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമൂഹ്യം വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥക്ക് പ്രൈം മിനിസ്റ്റർ ലെവലിൽ
ഉന്നത ജുഡീഷ്യൽ കമ്മീഷനെ വെക്കണം എന്ന് പറഞ്ഞു ലീഗ്. 6ാമത്തെ ആവശ്യം. അങ്ങനെയാണ് സച്ചാർ കമ്മീഷൻ വന്നത്. ഇതൊന്നും ചുമ്മാ അപ്പൂപ്പൻ താടി പോലെ ആകാശത്ത് കൂടെ പാറി വീണതല്ല, ഒരു പാർട്ടി പണിയെടുത്തുണ്ടാക്കിയതാ. ഇന്ത്യയിലെ മുസ്ലിങ്ങളൊന്നും മുസ്ലിം ലീഗല്ല, പക്ഷെ ഇന്ത്യൻ മുസ്ലിങ്ങളെ മൊത്തം ഇൻഷൂർ ചെയ്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്നതിന് ഇതിൽ പരം എന്തൊക്കെ തെളിവ് വേണം? അങ്ങനെ പോകുന്ന ഒരുപാട് റയറ്റ് കോർട്ട്. ഇപ്പൊ കലാപം നടക്കും, പോലീസ് അന്വേഷിക്കും, പ്രതികൾക്കെതിരെ കേസെടുക്കും. വിധി വരുന്നത് 30-40 കൊല്ലം കഴിഞ്ഞിട്ടാ. അപ്പോഴോ പ്രതികളൊക്കെ സ്വന്തം മരിച്ചുപോയിണ്ടാവും. മരിച്ചവൻ എങ്ങനെ ശിക്ഷിക്കാനാ? അതുകൊണ്ടാണ് സ്പെഷ്യൽ റയറ്റ് കോർട്ട് വേണമെന്ന് പറഞ്ഞു. 91 ഗവൺമെന്റ് അംഗീകരിച്ചു, കോൺഗ്രസ്. അങ്ങനെയാണ് മാറാട് സ്പെഷ്യൽ കോർട്ടൊക്കെ വന്നത്. കലാപം നടന്നാൽ ഉടനെ റയറ്റ് കോർട്ട് വേണം. ഇന്ത്യയിലെ പാരാ മിലിറ്ററി സർവീസ്, പാരാ പോലീസ് സേനകൾ, BMP, ബീഹാർ മിലിറ്ററി പോലീസ്, ആസാം റൈഫിൾസ്, അതുപോലെ തന്നെ പിന്നെ UP-യിലെ ഒരു പോലീസ് ഉണ്ടല്ലോ, ബീഹാർ മിലിറ്ററി പോലീസ്, അതേപോലെ തന്നെ UP-യിലെ ഒരു ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഓരോരോ സംസ്ഥാനങ്ങളിലെ അർദ്ധ സൈനിക വിഭാഗങ്ങളുണ്ട്. അവിടെ ഒന്നും മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല. ആ വിലക്കെടുത്ത് നീക്കണം. അങ്ങനെ തുടങ്ങിയുള്ള നിരവധി ആവശ്യങ്ങൾ ലീഗ് മുന്നോട്ട് വെച്ചു. 30 ആവശ്യങ്ങളിൽ 10 കോൺഗ്രസ് അംഗീകരിച്ചു. അങ്ങനെയാണ് നമ്മൾ വീണ്ടും മുന്നണിയിലേക്ക് വന്നതും 91 ഗവൺമെന്റിലൂടെ ഇതൊക്കെ നടപ്പായി. ഞാൻ പറഞ്ഞത്, രാഷ്ട്രപതി കസേര കിട്ടിയിട്ട് സാക്കിർ ഹുസൈന് നടത്താൻ കഴിയാത്തതാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ ഈ മലബാറിൽ നിന്ന് 10-15 MLA-മാരും 2-3 MP-മാരും വെച്ച് ഒരു പ്രസ്ഥാനം ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയുമായുള്ള സൗഹൃദം ഉപയോഗിച്ച് നേടിയെടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ മുഖ്യമന്ത്രിയാൻ ശ്രമിക്കാത്തത്. നമുക്ക് മുഖ്യമന്ത്രി പദമല്ല വരുന്നത്. നമ്മൾ അനുഭവിക്കുന്ന സമൂഹത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാജ്യത്തെ ഏറ്റവും വലിയൊരു മതേതര ദേശീയ പ്രസ്ഥാനവുമായി നല്ല ബന്ധം ഉണ്ടാക്കുക. ആ ബന്ധമാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത് ഇന്ത്യക്ക് മൊത്തമായിട്ട്. അല്ല, കോൺഗ്രസിന് പ്രത്യേകമായി ഒരു വെളിപാടുണ്ടായി, ഒരു തോന്നലുണ്ടായി, അങ്ങനെ ഉണ്ടായതല്ല ഇതൊന്നും. മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മുന്നണിയിലെടുത്തു. ആദ്യം UP-യിലെടുത്തു, ഇപ്പൊ ഇന്ത്യ സഖ്യത്തിലെടുത്തു. 10 വർഷം കേന്ദ്രമന്ത്രിയാക്കി. മൗലാന അബുൽ കലാം ആസാദ് കൈകാര്യം ചെയ്ത മാനവ വിഭവശേഷി വകുപ്പ് തന്നു. ഇന്ത്യൻ റെയിൽവേ വകുപ്പ് തന്നു. ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്ക് വേണ്ടി ലീഡർഷിപ്പ് കൊടുക്കാൻ വിദേശകാര്യ വകുപ്പ് വരെ നൽകി. 10 വർഷക്കാലം കേന്ദ്ര ഭരണത്തിൽ പങ്കാളികളായി. എന്തെങ്കിലും പറയിപ്പിച്ചോ നമ്മള്? വർഗീയപരമായ എന്തെങ്കിലും ഒരു ആക്ഷേപണം ലീഗിനെ കുറിച്ച് ഉണ്ടായോ ആർക്കെങ്കിലും? അല്ലേ? 19 മാസമാണ് റെയിൽവേ മന്ത്രിയായി അഹമ്മദ് സാഹിബ് നിന്നത്. 19 മാസം 19 ട്രെയിനാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ചരിത്രം ആർക്കെങ്കിലും ഉണ്ടോ? പാസ്പോർട്ട് ഓഫീസുകൾ ഇവിടെയൊക്കെ കൊണ്ടുവന്നത്. ഇതുകൊണ്ടൊക്കെ എന്താ ഉണ്ടായത്? എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാം ആയാസത്തിലാക്കി. അങ്ങനത്തെ നമ്മൾ മുഖ്യമന്ത്രി, അവർ മുഖ്യമന്ത്രിയാൻ ശ്രമിക്കുക, ഇയാൾ പറയാ. പക്ഷെ കേരളത്തിലെ സ്മൃതി പരുത്തിക്കാട്ടടക്കം, അഭിലാഷ് മോഹൻ അടക്കം, PG സുരേഷ് കുമാർ അടക്കം, അബ്ജോദ് ഏഷ്യാനെറ്റിൽ അടക്കം എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, എന്താ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയായ കുഴപ്പം? പണ്ടൊക്കെ ചാനൽ ചർച്ചയിൽ പോയാൽ ലീഗിനെതിരെ എന്തേ വന്നാൽ ഉടനെ എന്നോടും സാക്കിറിനോടൊക്കെ അവതാരകർ പറയും, ഓ നിങ്ങൾ മറുപടി പറയും. ഇപ്പൊ ലീഗിനെതിരെ എന്തേ പറഞ്ഞാൽ അവതാരന്മാരെന്നെ മറുപടി കൊടുക്കാണ്. നമ്മളേക്ക് തെറ്റുന്നില്ല. അത്രമാത്രം ലീഗ് ഒരു എന്താ പറയാ, ഒരു പൊളിറ്റിക്കലി സ്റ്റെറിലൈറ്റ് ചെയ്ത വളരെ വൃത്തിയുള്ള, ഗരിമയുള്ള, അഭിമാനമുള്ള തറവാടികളായ ആളുകളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന തോന്നൽ ഈ രാജ്യത്തിലെ മീഡിയകൾ പോലും നമ്മളോട് പ്രേരിപ്പിക്കുന്നു. എല്ലാവരും ചോദിച്ചല്ലോ എന്താ മുഖ്യമന്ത്രിയായ കുഴപ്പം? ആയല്ലോ ഇവിടെ CH മുതലായ കുറച്ച കാലെങ്കിലും. ഇങ്ങോട്ട് ഇവിടെ എന്താ സംഭവിച്ചത് ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുത്തു. ഇന്നലെ ഒരുത്തന്റെ വചസ്പതി, സന്ദീപ് വചസ്പതി തരുന്നൊരു സാധനം, അത് ചോദിക്കുക. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് മുഖ്യമന്ത്രിയാണ് ശ്രമം? ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒരുപാട് സ്റ്റേറ്റിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? ബീഹാറിലായിട്ടുണ്ട്, രാജസ്ഥാനിലായിട്ടുണ്ട്, ആസാമിലായിട്ടുണ്ട്, മഹാരാഷ്ട്രയിലായിട്ടുണ്ട്, പോണ്ടിച്ചേരിയിലായിട്ടുണ്ട്, ഈ കേരളത്തിലായിട്ടുണ്ട്. കേരളത്തിൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയായ സമയമാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് അവധി തരാൻ
ആ മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയാണ് തീരുമാനിച്ചത്, അനക്ക് സംശയമുണ്ടെ പോയി ശ്രീധരൻപിള്ളനോട് ചോദിക്കി എന്ന് അയാളെ മൂത്ത് നോക്കിയാ എന്നല്ല പറഞ്ഞു മിഞ്ഞാന്ന്. എന്താ മുഖ്യമന്ത്രിയായ കുഴപ്പം? നബിദിനത്തിന് അവധിയില്ലാത്തൊരു കാലത്താണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് അവധി പ്രഖ്യാപിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അത്രമാത്രം ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വികാരം കൺസർ ചെയ്തിട്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചത്. ഇന്ന് കേരളത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, കേരള പിറവിക്ക് ശേഷം വന്ന സർവ്വ യൂണിവേഴ്സിറ്റികളും മുസ്ലിം ലീഗ് കൊണ്ടുവന്ന, അല്ലാതെ നിങ്ങളൊന്നും തെളിയിക്ക്. 28 കൊല്ലം വിദ്യാഭ്യാസം മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തു. 34 കൊല്ലം കൈകാര്യം ചെയ്ത ഇടതുപക്ഷത്തിന് ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ പറയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി EMS ഭരിക്കുമ്പോഴല്ലേ? അത് ശരിയാണ്. EMS എന്ന് മുഖ്യമന്ത്രിയാണ്, അത് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. എങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് തന്നതെന്നുള്ള ചരിത്രം ഗൗരവമ്മയുടെ ആത്മകഥ എടുത്ത് വായിച്ചാൽ മനസ്സിലാവും. എന്താ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? ആരാ ഇതിന്റെ ചിലയിടേണ്ടത്? ഒന്നൊക്കെ രാഷ്ട്രപതി, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി, അല്ലെങ്കിൽ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഗവർണർ, അല്ലേ, ഹീസ് ദ ചാൻസലർ ഓഫ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി. വലിയ ദർജയിലുള്ളവരാണ് ഇന്ത്യയിലെ എല്ലാ സർവകലാശാലക്കും തറക്കല്ലിട്ട്. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തറക്കല്ലിട്ടത് കേവലം ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പേര് CH മുഹമ്മദ് കോയ എന്ന. മലപ്പുറം ജില്ലയിലാണ് സ്ഥാപിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വ്യക്തിയാണ് കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. സ്വന്തം ജില്ലയിൽ ഒരു സർവകലാശാലയ്ക്ക് തറക്കല്ലിടുമ്പോൾ സ്വന്തം ജില്ലയിലെ പട്ടാമ്പിയിൽ ഉണ്ടായിട്ടും ആ ചടങ്ങിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംബന്ധിച്ചില്ല EMS? മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മറ്റൊരു മന്ത്രി EK എംപിച്ചി പോവ, അന്ന് അദ്ദേഹം മണ്ണാർക്കാട് നിന്നാണ് ജയിച്ച് എത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ വീട് കുണ്ടോട്ടിയാണ്. കുണ്ടോട്ടിയിലെ ഭാര്യ വീട്ടിൽ അന്ന് ഉണ്ടായത് മനസ്സിലാക്കണം. എന്നിട്ടും നടക്കാനുള്ള ദൂരമുള്ളൂ കരിപ്പൂരിലേക്ക്. കുണ്ടോട്ടിന്ന് അല്ല, പിന്നെ തേഞ്ഞിപ്പലത്തേക്ക് വന്നില്ല. CH തറക്കല്ലിട്ടു. തലപ്പാവ് ധരിച്ചൊരു മനുഷ്യണ്ടായിരുന്നു, സയ്യിദ് ബാഫി തങ്ങൾ. കുറെ കൈലിത്തുണിയും കള്ളിത്തുണിയും ബനിയനിട്ട കുറെ കാക്കാമാരും. സ്റ്റോൺ ലേയിങ് ഫംഗ്ഷൻ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് മാർബിൾ ഉല്ലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. സത്യമേവ ജയതേ എന്ന ബോർഡാ വെച്ച് CH. ബദിരീങ്ങളെ എന്നുള്ള ബോർഡല്ല വെച്ച്, ഞങ്ങൾ മനസ്സിലാക്കണം. ആ ബോർഡ് വെച്ച് സത്യമേവ ജയതേ. ആ നരേഷൻ പോലും CH. അങ്ങനെ അതിൻ്റെ അകത്ത് എത്തി. ഇവരെന്തും അതൊക്കെ കഴിഞ്ഞ് പിന്നെ മലപ്പുറം ജില്ല ഉണ്ടാക്കി ഞങ്ങളന്ന്. അതാണ് ആ ജില്ലൻ്റെ 50-ാം വാർഷികം കൊണ്ടാടി. EMS ജീവനെളുപ്പം വിളിച്ചു, നിങ്ങളെ കാലത്തുണ്ടായി ജില്ല വരണം എന്നുണ്ട്. ഞാൻ അന്നേ ആ ജില്ലക്കെതിരാണ്. ഇപ്പം ഞാൻ വന്ന് പങ്കെടുത്താൽ അത് മോശമാണ്. ഓർമ്മയില്ലേ മലപ്പുറം ജില്ലയെ കുറിച്ച്? എല്ലാ യൂണിവേഴ്സിറ്റി നമ്മളാ ഉള്ളത്. ഇവരെ കാലത്ത് എന്താ വന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇപ്പൊ വെള്ളാപ്പള്ളിയും ടീം ഉണ്ടാക്കുന്ന ഒരു നരേഷനുണ്ടല്ലോ, സംസ്കൃത യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് കേരളത്തിലാരാ? കേരളത്തിൽ സംസ്കൃത സർവകലാശാല കൊണ്ടുവന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരും ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയും ഏതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ? ET മുഹമ്മദ് ബഷീർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി. ഇന്നും അറബിക് സർവകലാശാല വേണമെന്ന KAT അടക്കമുള്ള സംഘടനകളുടെ ആവശ്യം പെൻഡിങ്ങിലാണ്. വീട്ടിലെ മൂത്ത മോനൊരു വാച്ച് ചോദിച്ചാൽ അവന് വാച്ച് വാങ്ങിക്കൊടുത്തിട്ടേ അനുജന് വാച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ മോന്. അതാണ് CH റഹീം മേച്ചേരിക്ക് കൊടുത്ത ഉത്തരം. നോയിൻകുട്ടി വൈദ്യർ സ്മാരക നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് CHന്റെ അടുത്ത് റഹീം മേച്ചേരി അടക്കമുള്ള ആളുകൾ പോയി നിവേദനം കൊടുത്തു. അതിനുവേണ്ടി കുണ്ടോട്ടിയിൽ ഒരു 8 സെന്റ് സ്ഥലവും കണ്ടെത്തി. CHന് നിവേദനം കൊടുത്തു. CH സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ CHന് നിവേദനം കൊടുക്കും മുമ്പ് CHന്റെ സെക്രട്ടറി ആയ മീരാൻ സാഹിബിനോട് ചോദിച്ചു, അല്ല നമ്മളിങ്ങനെ നിവേദനം കൊടുക്കുന്നുണ്ട്, ഇത് കൊടുത്താൽ CH വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കൂലേ? മീരാൻ സാഹിബ് CH ആ നിവേദനത്തിന്റെ മുകളിൽ പ്ലീസ് ഡു ദ നീഡ്ഫുൾ എന്ന് എഴുതി എൻ്റെ കയ്യിലേക്ക് കൊണ്ട് തരും. ഉടനെ ഞാനത് പ്രൈവറ്റ് സെക്രട്ടറി വഴി നേരെ സാമ്പത്തിക വിഭാഗത്തിലേക്ക് പോകും. CHന്റെ സാധനമല്ലേ, അപ്പോൾ സാമ്പത്തിക വകുപ്പ്
ഒരു പ്രശ്നമില്ല, അപ്പം പാസ്സാക്കും. ഭയങ്കര സന്തോഷമായില്ലേ. സി എച്ചിന് വന്ന് കൊടുത്തു. നിവേദനം സി എച്ചിൻ്റെ ഒരു സൂട്ട് കേസ് എടുത്ത് തുറന്ന് അതിനോട് വിളിച്ചു. ഈ മീരാൻ സൈൻ കൊടുത്തില്ല. അപ്പോൾ പറഞ്ഞു ഇനിയതാ, ഓ ഞാൻ പരിശോധിച്ച് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സി എച്ച് നാളുകളേറെ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വീണ്ടും എന്തായിന്ന് വെച്ചപ്പോൾ ഞാനത് പരിശോധിച്ച് കൊണ്ടുവെക്കാണെന്ന് പറഞ്ഞു. വീണ്ടും 2 മാസം കഴിഞ്ഞ് പോയി, ഞാൻ പരിശോധിച്ച് കൊണ്ടുവെക്കാനെന്ന് മറുപടി. ഏകദേശം 10-11 മാസം സി എച്ചിൻ്റെ അടുത്ത് കയറി ഇറങ്ങിയെങ്കിലും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നല്ല വേറൊരു മറുപടിയും സി എച്ചിൻ്റെ ഭാഗത്തുനിന്നില്ല. അപ്പം പാണക്കാട് തങ്ങളടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു. സി എച്ച് സാംസ്കാരിക മന്ത്രിയാണ്. സി എച്ച് സാംസ്കാരിക മന്ത്രിയാകുമ്പോഴല്ലേ മോയിൻകുട്ടി വൈദ്യരുടെ പേരിൽ ഒരു സ്മാരകം നമുക്കിപ്പോഴല്ലേ കഴിയുള്ളൂ, ഒരു ഒപ്പിട്ടാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ സി എച്ച് പരിശോധിക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. താങ്കളൊന്നും ഇടപെടുന്നത്. തങ്ങൾ പറഞ്ഞു മേച്ചേരിയോട്, ചന്ദ്രികൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം കോഴിക്കോട്ട് 3-ാം തീയതി ഉണ്ട്, അത് നിങ്ങൾ വരി, സി എച്ച് അവിടെ ഉണ്ടാകുമ്പോൾ സംസാരിക്കാറ്. പറഞ്ഞതുപോലെ എത്തി സി എച്ച് ആയിട്ട് സംസാരിച്ചു. തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, എന്തായി? തങ്ങളോടും സി എച്ച് പറഞ്ഞു ഞാനത് പരിശോധിച്ച് കൊടുക്കാം. ഇപ്പോൾ തങ്ങളും പറഞ്ഞു പരിശോധന നടക്കുന്നുണ്ട്. ഇവർ നിരാശരായി, അത് നടപ്പാൻ പോകില്ല എന്ന് മനസ്സിലായി. ഒരുപക്ഷെ അന്നൊക്കെ സി എച്ച് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല, ഒരു പരിഭവമായി. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 1.5 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലോ 1.5 കൊല്ലോ അങ്ങനെയാണെന്നിൻ്റെ ഓർമ്മ. ഇതെന്നോട് റഹീം മേച്ചേരി നേരിട്ട് പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി മേച്ചേരി സൈനബൻ്റെ മോനെ ഞാൻ. ഒരു അമ്മാവൻ എന്നുള്ള ബന്ധം ഉപയോഗിച്ചിട്ട് പല കഥകളും പറഞ്ഞ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടൊന്നുമില്ല. എന്നോട് അതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ ഒഴിവുണ്ടാവും പറയും. പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, അവിടെ അങ്ങോട്ട് 1-1.25 വർഷമോ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പോസ്റ്റൽ കവറിൽ ഒരു കത്ത് വന്നു. പ്രിയപ്പെട്ട മേച്ചേരിക്ക് അസ്സലാമു അലൈക്കും, ക്ഷേമമാണെന്ന് വിശ്വസിക്കുന്നു. പരിഭവങ്ങളൊന്നുമില്ലെങ്കിൽ 3-ാം തീയതി കോഴിക്കോട്ട് കോർട്ട് റോഡിലുള്ള മുസ്ലിം ലീഗ് ഓഫീസിൽ ഒന്ന് വരണം. ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ഞാൻ അവിടെ ഉണ്ടാവും. ഈ പോസ്റ്റ് കാർഡ് കിട്ടിയപ്പോൾ മേച്ചേരിയും സംഘവും സി എച്ചിനെ കാണാൻ പോയി. കണ്ടപ്പോൾ സി എച്ച് ആ പെട്ടി തുറക്കാൻ തുടങ്ങി. ഏതാ പെട്ടി? ആ നിവേദനം വാങ്ങി വെച്ച് അതേ പെട്ടിയിട്ടാണ് പുള്ളി നടക്കണേ. പെട്ടി തുറന്ന് ആ നിവേദനങ്ങൾ എടുത്തു, ആ പ്രോജക്റ്റ്. എന്നിട്ട് ഇത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടിയാണ് നിങ്ങൾ വിളിപ്പിച്ചതെന്നാണ്. അതോടുകൂടി മേച്ചേരി ആകെ, ഇത് തിരിച്ചു തരാൻ ഇതിനപ്പം വിളിപ്പിച്ചേ, ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞ് തിരിച്ചു തരാനാണല്ലോ എന്നെ വിളിപ്പിച്ചുള്ള സങ്കടം. സി എച്ച് അങ്ങനെയാണ്, ആദ്യം ഒന്ന് വേദനിപ്പിക്കും. ബനാത്ത് വലിയ അങ്ങനെയാണ്, ആദ്യം അവളൊന്ന് പിടിച്ച് നുള്ളു, പിന്നെ ചെറുക്കുക. ഓരോരുത്തരെ ഒരു രീതിയാണ്. ആദ്യം ഭയന്നപ്പം ഒറ്റ ചോദ്യം ചോദിച്ചത്, ഈ പ്രോജക്റ്റ് എത്ര റുപ്യയുടെ പ്രോജക്റ്റാണ്? വളരെ 4-5 ലക്ഷം രൂപേൻ്റെ ചെറിയ പ്രോജക്റ്റ്. ഇതിൻ്റെ സ്ഥലം എത്രയാണ്? 8. അവിടെ ഞാൻ എത്ര സ്ഥലം? സ്ഥലം അവിടെ ഒരുപാടുണ്ട്. ആ മൊത്തം സ്ഥലം ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഉള്ള പ്രോജക്റ്റിനെ കാട്ടി ഒരു 10 ഇരട്ടി വലിപ്പമുള്ള വലിയ വിശാലമായ ലൈബ്രറി, അത് ഗവേഷണം ഒക്കെ ഉള്ള വലിയൊരു പ്രോജക്റ്റാക്കി 1.5 മാസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് അതിനാ വിളിപ്പിച്ചത്. ഉടനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടിയ റഹീം മേച്ചേരി നേരെ പോയത് TPM സഹീർ ഖാൻ്റെ, എഞ്ചിനീയർ സഹീർ ഖാൻ്റെ വീട്ടിൽ പോലും പോന്നില്ല. ഓട്ടോറിക്ഷ സഹീർ ഖാൻ്റെ അടുത്ത്. സഹീർ ഖാൻ കോഴിക്കോട്ട് ഏറ്റവും പ്രഗത്ഭനായ എഞ്ചിനീയറാണ്. പിന്നീട് നമ്മൾ കോഴിക്കോട് 2ൻ്റെ MLA ആയി വന്ന ഇന്നത്തെ TPM ജിഷാൻ്റെ പിതാവ്. സഹീർക്ക് തിരക്കുള്ള ഒരു ആളാണ്. എനിക്ക് പെട്ടെന്ന് കിട്ടണം. അങ്ങനെ സഹീർക്ക് ആരോ ഏൽപ്പിക്കുകയോ സഹീർക്ക് ചെയ്യുകയോ ഒന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുത്തു, സി എച്ചിനെ ഏൽപ്പിച്ചു. നാളുകൾ കഴിഞ്ഞ് ഒരു ദിവസം നിയമസഭയിൽ സി എച്ച് കുറേ മലയാളം പദ്യം ചൊല്ലാൻ തുടങ്ങി, കവിതകൾ ഉരുവിടാൻ തുടങ്ങി. ഇത് ആരുടേതാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോ CM സുന്ദരം ഒഴികെയുള്ള ആർക്കും ഇതിൽ കമന്റ് ചെയ്യാം. CM സുന്ദരം മുണ്ടരുതറി, പാലക്കാട്ടുള്ള ഒരു പട്ടരായ MLA. CM സുന്ദരം ഒഴികെയുള്ള ആർക്കും പറയാം, ആരൊന്നും ഇല്ലാത്തതാണ്. ഇതാണ് ജ്ഞാനപ്പാനം എഴുതിയ മഹാകവി. ആരാണ്? പൂന്താനം. ആദ്യമായി പൂന്താനത്തിനെ മഹാകവി എന്ന് വിളിച്ചത് ആരാണ്? CH മുഹമ്മദ് കോയ അസംബ്ലിയിൽ വെച്ച്. അന്നൊട്ടയാൾ മഹാകവിയായിരുന്നു.
മഹാകവി എന്ന ബ്രാൻഡ് കൊടുക്കുന്നത് CH 139 MLA-മാരും നോക്കി വെച്ചു. നമുക്ക് അറിയാതെന്ന് വെച്ചില്ല. ജ്ഞാനപ്പാനം എഴുതിയ മഹാനായ കവി പൂന്താനം. ആ പൂന്താനത്തിന് ഒരുപാട് സ്ത്രീകളും. ഇതൊക്കെ ഭാവി തലമുറ അറിയണം, ഭാവി തലമുറ പഠിക്കണം. ഇത്തരത്തിലുള്ള മഹത്തുക്കൾ പിറന്ന ഒരു നാടാണ് കേരളം എന്നത് ഓർമ്മിപ്പിക്കപ്പെടണം, അടയാളപ്പെടുത്തപ്പെടണം. മഹാകവി പൂന്താനത്തിന്റെ പേരിൽ ഉചിതമായൊരു സ്മാരകം നിർമ്മിക്കണമെന്ന ഒരു നിവേദനം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഇതേക്കുറിച്ച് സമഗ്രമായി പഠിച്ചപ്പോൾ അനിവാര്യമായും കേരളം ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മഹാകവി പൂന്താനത്തിന്റെ പേരുള്ള സ്മാരകം അനുവദിക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ച വിവരം സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അല്ലെങ്കിൽ CH എന്നെ കൈ പൊട്ടി. അപ്പം 139 ആൾക്കാർ. അപ്പോൾ CM സുന്ദരം വന്ന് എന്താണെന്ന് വെച്ചു. അപ്പം എന്താണെന്ന് എല്ലാവരും കൈയടിച്ചു. കയ്യടിയെ നടന്നുകൊടുക്കും. CH പറഞ്ഞു അതുപോലെ തന്നെ മഹാകവി മോയിൻകുട്ടി വൈദ്യരെ കുറിച്ചും ഒരു സ്മാരകം വേണമെന്ന ഒരു നിവേദനം വർഷങ്ങളായി എനിക്ക് കിട്ടിയിട്ട് അതും ഈ സർക്കാർ അവഗണിക്കുന്നില്ല. അല്ലാതെ കയ്യാണ്ട് അടിച്ചു പറഞ്ഞിട്ട് ഒരു സംഗതി നടപ്പാക്കിയ രീതിയാണ് ഞാൻ ഈ പറയുന്നത്. എന്നും നമുക്ക് 2 or 3 മക്കളുണ്ടെങ്കിൽ മൂത്ത മകൻ ഒരു കാര്യം ചോദിച്ചാൽ അത് നിർവഹിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ മകനിലേക്ക് പോകേണ്ടത്. അല്ലേ? അതല്ലേ കുടുംബത്തിൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മലയാള സർവകലാശാല കൊണ്ടുവന്നു, നേരത്തെ വിവിധ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു, പോളിടെക്നിക്കുകൾ കൊണ്ടുവന്നു, പിന്നെ ഹൈസ്കൂൾ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജുകൾ കൊണ്ടുവന്നു, അതുപോലെ തന്നെ മലയാളം സർവകലാശാല കൊണ്ടുവന്നു, സംസ്കൃത സർവകലാശാലയും കൊണ്ടുവന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അറബിക് സർവകലാശാല എന്ന ആവശ്യത്തെക്കാൾ മുമ്പ് കൺസിഡർ ചെയ്തത്. ഈ രാജ്യത്തിലെ ഒരു ഭൂരിപക്ഷ സമുദായം ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ 1000 വർഷങ്ങളോ പഴക്കമുള്ള ഇവിടുത്തെ വേദങ്ങളും സ്മൃതികളും എല്ലാം ഇറങ്ങിയ ഒരു ഭാഷ. ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ എല്ലാ വേദങ്ങളും സ്മൃതികളും അല്ലെ എല്ലാം ആ ഭാഷയിൽ. ആ ഭാഷ ഇവിടെ അന്യം നിന്നാ പാടില്ല. ആ ഭാഷയുടെ സംരക്ഷണം അതൊരു ലീഗ് മന്ത്രിയിലൂടെയാണ് നിർവഹിക്കപ്പെട്ടത്. അതാണ് പഠിക്കേണ്ടത്. ഇവിടെ പറയുകയുണ്ടായി എന്തോ നമ്മൾ അനഹിത നേടുന്നു, ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു. പിണറായി വിജയൻ നടത്തിയ പ്രീണനം എന്താ? ഒന്ന് പറഞ്ഞുണ്ടാ എന്താ നടത്തിയ പ്രീണനം? എന്നാൽ മുസ്ലിം സമുദായം വർഷങ്ങളായി അനുഭവിച്ചു വരുന്നത്, കവർന്നെടുത്തത് എണ്ണി ഞങ്ങൾ പറഞ്ഞു തരാം. പെട്ടെന്ന് വികലാംഗർക്ക് പെട്ടെന്നൊരു സംഭാഷണം, വളരെ സന്തോഷമുള്ള കാര്യം. നോക്കുമ്പോൾ ഇന്നെടുത്ത് കൊടുക്കുന്ന സംവരണം മുസ്ലിം കോട്ടയിൽ സംവരണം പ്രഖ്യാപിച്ചോട്ടെ. ഒക്കെ എടുത്ത് കൊടുക്കുന്ന എവിടുന്ന? ഒക്കെ മുസ്ലിം കോട്ടയിൽ നിന്ന്. ഇനി എന്താ എടുക്കാൻ ബാക്കിയുള്ള എല്ലാ സ്കോളർഷിപ്പുകളും നിർത്തലാക്കി. സച്ചാർ കമ്മീഷൻ പ്രകാരം കേരളത്തിൽ വന്ന 18ഓളം മുസ്ലിം യൂത്ത് കോച്ചിങ് സെന്റർ ഫോർ യൂത്ത്സ് സച്ചാർ കമ്മീഷൻ ആനുകൂല്യം തന്നെ കേരളത്തിൽ വേണ്ടാന്ന് വെച്ചു. ഇല്ലേ? എന്തെല്ലാം ആനുകൂല്യം മുസ്ലിങ്ങൾ നിശ്ചയിച്ചു. ഇങ്ങോട്ടും പറയുന്നു മുസ്ലിങ്ങളെ പിണറായി പീഡിപ്പിച്ചു. എന്താ പറഞ്ഞത്? സമസ്ത പറഞ്ഞപ്പോ എന്ത് ചെയ്തു? സമസ്ത പറഞ്ഞപ്പോ പേടിച്ചിട്ട് PSCക്ക് വിടുന്നതിന് പിന്മാറി. അപ്പൊ PSCക്ക് വിട്ടത് എന്തിനാ? അപ്പോ PSCക്ക് വിടുക. എന്നിട്ട് ലീഗ് സമരാണ്ട് തുടങ്ങി. 4 ദിവസത്തിനുള്ളിൽ കോഴിക്കോട് കടപ്പുറത്ത് കൂടിയ ജനം ഇപ്പോഴും അതിന്റെ എണ്ണം എണ്ണി തീർന്നിട്ടില്ല. ആഞ്ഞടിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു. സാധനം പിൻവലിക്കേണ്ടി വന്നു. അപ്പോ അതെന്താക്കി? മതസംഘടനകൾ വരട്ടിയപ്പോൾ നിന്നു. ആദ്യം എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് വഖഫ് ബോർഡ് മാത്രമല്ല, ദേവസ്വം ബോർഡിലെയും വഖഫ് ബോർഡിലെയും നിയമനം PSCക്ക് വിടുന്ന പറഞ്ഞത്. എന്താ ദേവസ്വം ബോർഡിൽ വിടാത്തത്? ശശികല വരട്ടിയപ്പം. ഇവിടെ സമസ്തന്റെ വരട്ട് പറഞ്ഞു. ശശികല വരട്ടിയപ്പോൾ ആണ് ദേവസ്വം ബോർഡിൽ ഇന്ന് അങ്ങനെ വേണ്ട, നമുക്ക് വഖഫ് മാത്രമാക്കാൻ തീരുമാനിച്ചു. വഖഫ് ഞങ്ങൾ സമരം ചെയ്തപ്പോഴാണ് പിൻവലിക്കേണ്ടി വന്നത്. ഇങ്ങോട്ട് അതിനും വഖഫിൽ നിന്ന് പിന്മാറിയ പിണറായി വിജയൻ അഭിനന്ദനം പറഞ്ഞ് ബോർഡ് വെച്ച ചില കുതിരകളുണ്ട് പല നാട്ടിലും. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ ഓരോന്ന് വന്നല്ലോ.
എന്ത് പ്രീണന നടത്തിയത്? ഏതെങ്കിലും ഒന്ന് പറഞ്ഞു തരട്ടെ. ഞാൻ മിഞ്ഞാന്ന് ഒരു കണക്കണ്ട് പറഞ്ഞു. മിഞ്ഞാന്നത്തോടു കൂടി ഞാൻ ഇപ്പോൾ കൊടും വർഗീയവാദിയാണ്. എല്ലാ KCBCൻ്റെയും സീറോ മലബാർ സഭൻ്റെയും ഒരുപാട് അണ്ടിമുറ്റി ശാഖ, മറ്റേത് അമ്പാളി സഖാക്കൾ, ഇറ്റിങ്ങളെ അമൃതം കമ്മയ്യ, മറ്റേ സംഘികളെ കണ്ടമാന ഗ്രൂപ്പ് എന്നോട് ഇങ്ങനെ തെക്കൻ മേഖലയിൽ നിന്ന് പലരും വിളിച്ചു പറയാം, ഏറ്റവും വലിയ ഭീകരവാദി മുസ്ലിങ്ങൾ ഈയാണോട്. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ വർഗീയത പറയുകയാണ് നിങ്ങൾ ആരും ധരിക്കരുത്. ചില സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ചില ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇവിടെ ഇപ്പം നിലവിലുള്ള വെള്ളാപ്പള്ളിൻ്റെ അയാൾ പറയണ്ടല്ലോ, എനിക്കത് എന്നില്ല, ഇത് എന്നില്ല, എനിക്ക് ഭൂമി എന്നില്ല. നിലവിൽ 28 സ്കൂളുള്ളത്, 8-9 കോളേജുണ്ട്. ചേർത്തലയിലെ SN കോളേജിന് ശങ്കറിന്റെ കാലത്ത് 10 ഏക്കർ സ്ഥലം ഒരു വ്യക്തിൻ്റെ അടുത്ത് സംഭാവന. ഞാൻ വ്യക്തിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. ബാക്കി എല്ലാ സ്ഥലവും സർക്കാരിന് ദാനായി കിട്ടിയതാ, എല്ലാം ലീസിന് വാങ്ങിയതാ. ക്രിസ്ത്യൻ സഭ നടത്തുന്ന എല്ലാ സ്കൂളും 1927 ബ്രിട്ടീഷുകാരിൽ നിന്ന് ലീസ് കരാറിന് വാങ്ങിയതാ. ഞാൻ വെല്ലുവിളിക്കുന്നു, മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് വാങ്ങിയ 1 സെന്റ് എവിടെയെങ്കിലും വാങ്ങി തിരിച്ചരും. മുസ്ലിം സമുദായത്തിന്റെ എന്തെങ്കിലും ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സർക്കാരിന്റെ അടുത്തുനിന്ന് ലീസിനോ ദാനമായി വാങ്ങിയിട്ടുണ്ട് തെളിയിച്ചത് ഞാൻ വെല്ലുവിളിച്ചു. ഇതൊന്നും നമ്മൾ പറയാൻ ആഗ്രഹിച്ചതല്ല. ഇനി സർക്കാർ NSSനും SNDPക്കും ക്രിസ്ത്യൻ സഭക്കൊക്കെ എത്ര ഏക്കർ കൊടുക്കണേന് ഞങ്ങളെ പാർട്ടി എതിരുമല്ല. അതും പറഞ്ഞു, ഞങ്ങൾക്ക് അതിൽ പ്രയാസമില്ല, പ്രതിഷേധമില്ല. പക്ഷെ ഞങ്ങളെ സമുദായം 1 സെന്റ് ഈ സർക്കാരിൽ നിന്ന് വാങ്ങി തെളിയിച്ചറിയാൻ സാധിക്കുമോ? ഞങ്ങളെന്തോ അരതമായി നേടുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നത്. തുറന്നു പറഞ്ഞു, എന്താ മറുപടി ഉണ്ടായിരിക്കെങ്കിലും? അപ്പം അടിയിൽ എഴുതുക, നിങ്ങൾക്ക് എന്തിനാ സ്ഥലം? നിങ്ങൾക്ക് കാണുന്ന ഭൂമിയൊക്കെ വഖഫായി പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കുറെ സ്വത്ത് കിട്ടിയില്ലേ? ഇതിന് മറുപടിയപ്പത് ഈ വഖഫ് ഇപ്പോൾ പറഞ്ഞ മാതിരി ഈ വഖഫ് എന്ന് പറഞ്ഞാൽ ആകെ പണ്ട് കുട്ടികളെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഏതോ ഇന്നാൾ വരാണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച കഴിക്കും. ഇപ്പൊ ഇന്നാളൊരു കാർട്ടൂൺ കാണുക, ഒരു കുട്ടി ഭക്ഷണം കഴിക്കില്ല, വഖഫോട് വരുന്ന പറഞ്ഞ് വേഗം കഴിച്ചിട്ടറിയും. ഉണ്ടാക്കി വെച്ച ഭീതിയാണ്. എന്താണ് വഖഫ് എന്ന് കൃത്യമായി പറയേണ്ടവരുണ്ട്, അവർ പറയണ്ട. അവർ ലീഗിനിങ്ങനെ ചൊറിഞ്ഞു നടക്കുക, ഉത്തരവാദപ്പെട്ട ഒരു മനുഷ്യനും പറയുന്നില്ല. എന്താണ് വഖഫ് എന്ന് പറയേണ്ടത്? വഖഫിനെ കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാരാ, അവർക്ക് അതിന് നേരമില്ല. അവസാനം വഖഫ് എന്ന് പറഞ്ഞ പേടിപ്പെടുത്തുന്ന എന്തോ ഒരു സാധനമായി മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടായി. ഇപ്പൊ ലവ് ജിഹാദ് ഇല്ലാന്ന് സുപ്രീം കോടതി പറഞ്ഞു, BJPന്റെ കേന്ദ്രമന്ത്രി പറഞ്ഞു, പോലീസും പട്ടാളൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും ലവ് ജിഹാദ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സംഘപരിവാറിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വഖഫ് എന്ന സാധനം ഇത് ഭീകരാണ്. വഖഫിന് ആൾക്കാർ വന്ന് ഈ ഭൂമി കണ്ട് ഇഷ്ടപ്പെട്ടാൽ അത് ഞങ്ങളുടെന്ന് പറഞ്ഞാൽ ആയേ എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി പോയി വിശദീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് പരിമിതികളില്ലേ? വഖഫിനെ കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഖഫിൽ തന്നെ പല ഫിഖ് പ്രശ്നങ്ങളുള്ള സംഘടനകൾ ലീഗിൻ്റെ അകത്തുണ്ട്. ലീഗിന് അതിലൊക്കെ വെറും വഖഫ് നിയമം എന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടി മാത്രമേ ഇതൊക്കെ ഇറങ്ങി പുറപ്പെട്ട ആൾക്കാരുണ്ട്. ഓൽക്കൊന്നും അതിന് നേരമില്ല. ഓല് യൂട്യൂബിൽ തോന്നിയ ദിവസം പറഞ്ഞ് പൈസ ഉണ്ടാക്കി കൊണ്ടുവെക്കുക, വെറും പൈസ ഉണ്ടാക്കുന്ന വിദ്യ മാത്രമാണ്. ഇങ്ങോട്ട് അതും വെച്ച് ഈ സമുദായത്തിനെ ട്രോളാൻ ആൾ വരും. 24 മുടി എല്ലാ മൂലമാരും സ്വർഗത്തിലാണ്. അതിന്റെ വിവരണങ്ങളും അതിലെ പെണ്ണുങ്ങളുടെ മുലയുടെ വലുപ്പം കണ്ടു വൃത്തികേടല്ലാത്ത വേറെ ഒന്നും നമുക്ക് തോന്നാം. ഇത് കണ്ടിട്ടാണ് ഇന്നലെ പോലും മിഞ്ഞാന്ന് പോലും ഇയാള് BJPക്കാർ എന്നോട് പറയാൻ. ഞാൻ ചോദിച്ചു, ഞങ്ങളെ പണ്ഡിതന്മാരാരെങ്കിലും, ജിഫ്രി തങ്ങളാകട്ടെ, കാന്തപുര ഉസ്താദാകട്ടെ, TP അബ്ദുൽ ഖോയ മദീനി ആകട്ടെ, ഹുസൈൻ മടൂരാകട്ടെ, അങ്ങനെ പോയി അവരൊക്കെ ഒരു ഭാഷ നോക്കി അന്യമത വിദ്വേഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വാക്കോ ഒരു ശകലമോ അവരിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ എന്നാ മറുപടി എന്നറിയാം? കാണിച്ചു തരാൻ ഞാൻ. പച്ചക്ക് അശ്ലീലം പറയുന്ന എത്രണ്ണം ഞാൻ കാണിച്ചു തരാന്ന് ഇങ്ങോട്ടേക്ക് പറയണവര് സ്വന്തം ദൗത്യവും ധർമ്മവും മറക്കുകയാണ്. നമ്മുടെ സമുദായത്തിന്, ഇസ്ലാമിന് നേരെ അതിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ വളരെ സൗമ്യമായി ഇതര മത സമൂഹങ്ങൾക്ക് മുമ്പിൽ അതെന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ആരുമില്ല. വിശദീകരിക്കണ്ടേ? അത് കൂടുതൽ വ്യൂവേഴ്സ് കൂടാൻ വേണ്ടി എരിവും പുളിയുള്ള ഇത്തരം സാധനം ഇത് കാണാൻ വരുന്ന ആരാണ്? ഒക്കെ മറ്റുള്ള ആളുകൾ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു പ്രതിസന്ധിയാണ്. വലിയ ഭീതികരമായ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോവുക. നിങ്ങൾ എന്താ മനസ്സിലാക്കണേ? ഈ കൊണ്ടുവച്ച ഈ വഖഫിന്റെ നിയമം, ആ നിയമം എങ്ങാനും പാസ്സായി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എത്ര ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്? ഇപ്പൊ എന്റെ ചാലിയത്ത് 16 ഏക്കർ ഭൂമിയാ വഖഫ്. ആയിരക്കണക്കിന് വർഷങ്ങളാണ്.
ഈ നാട് ഇവിടം തൊട്ട് വാഴക്കാട് തുടങ്ങി അങ്ങനെ അറ്റ ഇളമരം ആ ഭാഗത്ത് അവിടെ നിന്ന് വരെ മയ്യത്തുകൾ ഒരു കാലത്ത് വെച്ചിരുന്നത് ജാലിയത്ത. ഇവിടെ ഒന്നും സ്ഥലമില്ല. അതിന് ശേഷം കുട്ടോട്ടി വരുന്നേ. അവിടെ ചരിത്ര രേഖയുണ്ട്. ഷാലിയാത്തിന്റെ പുസ്തക സമാഹാരമുണ്ട് ചരിത്ത്. അതിലെ ഗ്രന്ഥം അറബി മലയാളത്തിൽ എഴുതി വെച്ച ഒരുപാട് കിതാബുണ്ട്. അതിൽ മയ്യത്ത് വരുന്ന റൂട്ടുണ്ട്. മയ്യത്തേറ്റ് വരുന്നവർക്ക് വെള്ളം കുടിക്കാൻ കിട്ടുന്ന സ്ഥലം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട വര, അതൊക്കെ നിശ്ചയിച്ച കണക്കുണ്ട്. ഒരു കാലഘട്ടം ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരുത്തൻ വന്ന് ഈ ഭൂമി സർക്കാരിൻ്റെ നിന്ന് പിടിച്ചെടുത്തതാണ്, കയ്യേറിയതാണെന്ന് പറഞ്ഞ ഒരു പരാതി കൺസേൺ ഡെസിഗ്നേറ്റഡ് ഉദ്യോഗസ്ഥന് നൽകിയാൽ ആ നൽകിയ നിമിഷം തൊട്ട് ആ ഭൂമി തർക്കവസ്തുവായി എന്നാ പുതിയ നിയമത്തിലുള്ളത്. ആ തർക്കവസ്തുവായാൽ പിന്നെ അവിടെ മയ്യത്ത് വെക്കാൻ കഴിയില്ല. എത്ര പേർക്ക് ഇതിന്റെ ഗൗരവം അറിയാം? ലീഗിനിങ്ങനെ ചൊറിഞ്ഞു നടക്കുകയാണ് കിട്ടുന്ന സമയം മുഴുവൻ. വരാൻ പോകുന്ന ഭീകരമായ വിപത്ത് ഈ രാജ്യത്ത് വന്നിട്ട് അതിനെക്കുറിച്ച് എന്തേ പറയണ്ടോ? നിങ്ങൾ ചെറിയ കാര്യമാണത്. ഇനിയിപ്പോൾ ഏത് സംഖ്യ കൊടുക്കും? സംഖ്യ കൊടുക്കേണ്ട നമ്മളെ കൂടുതലുള്ളൂ തന്നെ കൊടുക്കും. നമ്മൾ മതസംഘടനകൾ തമ്മിൽ അത്രയും നല്ല ബന്ധമാണല്ലോ അല്ലേ? തെറ്റി എത്ര വൃത്തികെട്ടവർ, ഇത്ര തെറി മലയാള നിഘണ്ടുവിൽ തുന്തച്ച ഇത്തച്ച ജനിച്ച നാടാത്. വൃത്തികേടിലെ എല്ലാ ഭാഷയും പഠിച്ചു വെച്ചത് വരാ. ആ കെ എം ഷാജി പറഞ്ഞിട്ടില്ലേ, ജീവിതത്തിൽ ഞാൻ പല തെറിയും കേട്ടു. ഒരു പ്രത്യേക വിഭാഗത്തിന്റെ തെറിയുണ്ടല്ലോ, സഹിക്കാൻ കഴിയില്ല, അതിൽ വിദഗ്ധരാണ്. അപ്പൊ അത്തരത്തിൽ ആളുകളെ പഠിപ്പിച്ച് ആ പരുവത്തിലാക്കിയ ആൾക്കാരുണ്ടല്ലോ, ജോലി ചില്ലറക്കാരല്ല. നിങ്ങൾ ആലോചിക്കുക ഇതിന്റെ ഗൗരവം എന്താണ്? ഏതെങ്കിലും ഒരുത്തൻ ഒരു പരാതി കൊടുത്താൽ ആ നിമിഷം തൊട്ട് മയ്യത്ത് എവിടെ കൊണ്ടുപോയി വെക്കും? ഇത് ചാലിയത്തെ പ്രശ്നം ഉദാഹരണം പറഞ്ഞു, എല്ലായിടത്തും നടക്കൂലേ? എമ്മൊരു അവസ്ഥ നമുക്ക് വരാൻ പോണത്. MP-മാരുള്ള ഒരു 4-5 ഞങ്ങളെ കയ്യിലാണ്. നമ്മൾ ഏറ്റവും ആലോചിച്ച്, ബാക്കിയുള്ളവർ ആലോചിച്ച്, മതേതരവാദികൾ കൂട്ടി ഈ വിപത്തിനെതിരെ ഒരു പോരാട്ടം നടത്താൻ എന്തൊക്കെ ചെയ്യും? അതല്ല ആലോചിക്കേണ്ടത്. അപ്പൊ അതിനിടയിൽ സുപ്രീം കോടതിയിൽ കേസ് വരിക. കേസ് എന്നതിൽ ആദ്യം മൊഴി കൊടുത്തത് ആരാണ്? ആദ്യം സ്റ്റാൻഡ് ഡ്യൂട്ടി അടച്ചത് ആരാണ്? ഉണ്ടാക്കണ ചർച്ച ഇപ്പത് രാത്രിയിൽ വാട്സപ്പിൽ. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് ആൾക്കാരെ ബസ്സിൽ. അപ്പോഴാണ് ആ ബസ്സിൻ്റെ ഉള്ളിൽ ഡോർ സൈഡിൽ സീറ്റ് ഇട്ടില്ല എന്ന് ഒരാൾ പരാതി പറഞ്ഞത്. അങ്ങനെയുണ്ട്. അമ്മാതിരി അവസ്ഥയെ നമ്മൾ ഇതുവരെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ നടന്ന എല്ലാ പോരാട്ടങ്ങൾക്കും നമ്മളാ മുൻകൈ കൊടുത്തത്. പൗരത്വ നിയമം നമ്മൾ കൊടുത്ത കേസിലാ കുടുങ്ങി കിടക്കണേ സുപ്രീം കോടതി. ആ കേസിന്റെ പേരെന്താ പറയുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാ. അതിലാ കുടുങ്ങി കിടക്കണേ. ആസാമിലെ പ്രശ്നം, മനുഷ്യന്മാരെ കൂട്ടത്തോടെ വെടിവെച്ച് കൊന്നും വായിപ്പിക്കുക. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ ഹാരിസ് ബീരാൻ ഇത് ഇന്നലെ നോട്ടീസ് കൊടുത്തിരിക്കുക. ബുൾഡോസർ പ്രശ്നം, ഇന്ത്യയിൽ എത്ര MP-മാരുണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും കൂടിയിട്ട്? മുസ്ലിം ലീഗ് MP-മാരാണ്. UP-യിലെ ബുൾഡോസർത്ത് നിരത്താനായിട്ട് അവിടെ ലീഗ് ചേരാത്ത മുസ്ലിങ്ങളാ. എന്നിട്ടും അവർക്ക് വേണ്ടി അടിയന്തര പ്രമേയം വഴി ചർച്ച ചെയ്യാനുള്ള നോട്ടീസ് കൊടുത്തത് അതും ലീഗാ. എല്ലാ വിഷയങ്ങൾക്കും ലീഡർഷിപ്പ് കൊടുക്കുന്ന ലീഗാ. ആ ലീഗിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഈ സമുദായത്തിന്റെ അകത്ത് നിന്ന് ആളെ ഇറക്കി വിടുക, ഇതര സമുദായത്തിലെ ആളുകളെ നാവ് വാടകയ്ക്ക് എടുക്കുക, അല്ലേ? അതല്ല ഇവിടെ നടക്കുന്നത്. ഇനി എന്തൊക്കെ പറയും? എന്തും പറയൂവര്. ഈ പറയുന്ന ആളുകളെ പിന്നാലെ വന്ന് അവരെന്ത് ചെയ്യാണ്? ഇപ്പോ ഒരു പാലാ ബിഷപ്പ് പറഞ്ഞു നർക്കോട്ടിക് ജിഹാദ് നടക്കുന്നതാണ്. എന്താ ഇതിന് കാരണം? ഉദാഹരണം എന്താ? അത്തോളി പ്രദേശത്തുള്ള മുസ്ലിം പേരുകാരായ 2 പേർ, ആ 2 പേർ മുസ്ലിം തന്നെയായ കൊല്ലത്തെ ഒരു സ്ത്രീയെ കൊല്ലത്ത് നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയി, മയക്കുമരുന്ന് കൊടുത്തു, ബലാത്സംഗം ചെയ്തു. ഇതാണ് നർക്കോട്ടിക് ജിഹാദ്. ആരായ 2 മുസ്ലിം പേരുകാർ? അവരെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിൽ ഞാനൊന്ന് കയറി നോക്കിയെന്ന്. 2 എക്സ് മുസ്ലിംസാണ്. മനസ്സിലായോ? ആര്? എക്സ് മുസ്ലിംസ്. ഇസ്ലാം വിട്ടവർ നടത്തിയ എല്ലാ തോന്നിയാസവും ജിഹാദായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു പോയവരാ. ഈ ജനം ടി വി ഇടയ്ക്ക് ചർച്ചയ്ക്ക് വിളിക്കും. ചിലത് പോയി പൊളിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. നമ്മളെ സാക്കിറിനായിട്ടുള്ളിൽ ഇടയ്ക്ക് കാണാം.
ഇവര് അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവരെന്നെ വിളിച്ച്, അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ വഴിയാ, നേരിട്ട് നമ്മളില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അല്ല അന്ന് ചർച്ച സാറൊന്ന് വരും, ആരൊക്കെ ഉണ്ട്? അപ്പോൾ ആളെ പേര് പറയും. മറ്റേ സ്ഥിരം ഇരിക്കുന്ന കുറേ സംഖ്യകളുണ്ട്, ഗുരുമൂർത്തി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങളുണ്ട്. അല്ല ഒന്നും വലിയ വിഷയമുള്ള കേസല്ല. ആരിഫ് ഹുസൈൻ ഉണ്ട്. ഞാൻ ചോദിച്ചത് ആരാന്ന് വെച്ചാൽ എക്സ് മുസ്ലിമാണെന്ന്. എന്നാൽ ഒരു എക്സ് ഹിന്ദുവിനെയും കൊണ്ടുവരുത്ത്, ഒരു എക്സ് ക്രിസ്ത്യാനിയും കിട്ടി, മറ്റൊരു എക്സ് ജൂതനെയും നോക്കും, ഇങ്ങോട്ട് ഞാൻ വരാറില്ല. ആ ഞാനതും പറഞ്ഞിട്ട് ഞാൻ ഇവർ കൊണ്ടുവന്ന സാധനങ്ങളപ്പോഴൊക്കെ ആലോചിക്കുക. കുറെ എക്സ്, എന്ത് എക്സ്? ആ ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിൽപ്പെട്ട എക്സാണ് അത്തോളിയിലെ ആ സാധനങ്ങൾ. ഇസ്ലാം വിട്ടവർ അവരെ ഫേസ്ബുക്ക് നോക്കിയാണ്. ഇസ്ലാം വിട്ടുപോയ മനുഷ്യൻ ചെയ്ത പരിപാടിക്ക് അതും മുസ്ലിം സ്ത്രീയാണ്, അതിൽ കൺവെർഷനൊന്നും നടന്നിട്ടുമില്ല. അത് വെച്ചിട്ട് ഞാൻ നർക്കോട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ അയാളെ പോയിട്ട് ഈ വാസവൻ നടക്കുക. എന്നിട്ടോ അദ്ദേഹം പണ്ഡിതനാണ്. കൊടുത്ത റിവാർഡാണ്, പണ്ഡിതനായ മനുഷ്യനാണ്. ആരാ? മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് വരണം. മുഖ്യമന്ത്രി ചോദിക്കാതെ വാസന മൂത്രം ഒഴിക്കാൻ പോലും ആള്. ഇപ്പൊ ദേവരത്തിന് എന്താ പൊന്തിച്ചു പറയാ? നിലപാട് പറയാൻ ആർജവം കാണിക്കുന്നവനാണ്, ആരെയും ഭയക്കാത്തവനാണ്. അതെന്നെയാണ് ഐബിയുടെനും ബാബു MLA പറഞ്ഞതായി എന്നോട് അവതാരകർ ചോദിച്ചു. പോലും പറഞ്ഞതാണ് നിലപാട് പറയാൻ ആർജവമുള്ള. ഞാൻ പറഞ്ഞ അയാൾ പറയുന്നത് നിലപാടാ? അയാൾ തെമ്മാടിത്തല്ലേ വിളിച്ചു പറഞ്ഞു. ഈ തെമ്മാടിത്തെ വിളിച്ചു പറയുന്നത് ആർജവാന്ന് പറയുകയാണെങ്കിൽ ഈ ബാബുവും ഹൈഡറും ചെയ്തത് തെറ്റാ. ഒരു മതനിരപേക്ഷ പാർട്ടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ മതനിരപേക്ഷ സമൂഹത്തിന് വോട്ട് വേണ്ടതെന്ന് വെച്ചാൽ കോൺഗ്രസ് അംഗീകരിച്ചിട്ട് തോന്നിയാസം ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിനൊന്നല്ലല്ലോ. ഇവിടെ ഈ വെള്ളാപ്പള്ളിക്ക് എത്ര വോട്ടുണ്ട് പറയട്ടെ. ഇവർ ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് കയ്യും കണക്കുണ്ടോ? ഇവർക്കൊന്നും ഒരു പുണ്ണാക്കും വോട്ടുമില്ല. ഈ ഐബിക്കും ബാബുവിനൊക്കെ കിട്ടിയ വോട്ട് മതനിരപേക്ഷ സമൂഹത്തിന്റെ വോട്ടാ. ആ മതനിരപേക്ഷ സമൂഹം ഒന്നടങ്കം വെറുക്കുന്ന വ്യക്തിയാണ് ഈ വർഗീയവാദി വെള്ളാപ്പള്ളി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ വെള്ളാപ്പള്ളിയൊക്കെ താങ്ങാൻ പോയാലുണ്ടല്ലോ അത് അപകടം ചെയ്യും, മനസ്സിലാക്കണം. എന്നിട്ട് അയാളെ പ്രസംഗം മറ്റൊന്നും കൂടിയുണ്ട്. എന്താ പറയണത്? ഇതാ ഈ ഈഴവനെ SNDP-കാരൻ ആരും പരിഗണിക്കുന്നില്ല. കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഇടിച്ചു കയറണം. SNDP-കാരൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ടല്ലോ. അടൂർ പ്രകാശ് ആരാ? SN ട്രസ്റ്റ് ബോർഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടറാണ്. ആരാണ് അടൂർ പ്രകാശ്? ആരാ മകന? അഡ്വക്കേറ്റ് കുഞ്ഞിരാമന്റെ മോനാ. ആരാ അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ? അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു SNDP-ന്റെ പ്രസിഡന്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റാ. അപ്പൊ സ്ഥാപക വൈസ് പ്രസിഡന്റിന്റെ മകനും SN ട്രസ്റ്റ് ബോർഡ് മെമ്പറുമായ അടൂർ പ്രകാശിനെ തോൽപ്പിക്കാൻ പരസ്യമായി ഇറങ്ങിയ വിദ്വാനത്. ഇങ്ങോട്ടാ പറഞ്ഞ SNDP-ക്കാർ ആരും സീറ്റ് കൊടുക്കില്ല. കൊടുത്ത സീറ്റിലൊക്കെ തോൽപ്പിക്കാൻ നടക്കുന്ന ഇയാളാ. അങ്ങനെ ആളുകളൊന്നും ഞങ്ങൾക്ക് നേരെ പറയാം. കാന്തപുരം കുന്തം തീർന്നാലും എനിക്ക് പ്രശ്നമില്ല, പിന്നെ പറയാം. ഞാൻ ചോദിച്ചു 30 കൊല്ലക്കാലം ഇതിന്റെ സെക്രട്ടറി നടന്നിട്ട് എന്താ നിങ്ങൾ ഈഴവർക്ക് ഉണ്ടാക്കിയത് ചോദിച്ചു. നിങ്ങളെ സ്ഥാപനങ്ങൾ R. ശങ്കറിന്റെ കാലത്തുണ്ടാക്കിയ കെട്ടിടം അങ്ങനെ തന്നെ നിൽക്കുക. എപ്പോഴത് പൊളിഞ്ഞു വീഴുക എന്നുള്ള അറിയില്ല. ഒരു പുതിയ ബ്ലോക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ചില്ലറ വാങ്ങിക്കൊണ്ട് ആളെ വെച്ച് പോകുക എന്നല്ല, വേറെ ഒന്നും നടക്കണില്ല. ഒരു പുതിയ കോഴ്സും ഇല്ല. മാത്രമല്ല ഈ സർക്കാർ ഇത് ദാനമായി വാങ്ങിയ സ്ഥലത്ത് വെച്ച ഈ പള്ളിപ്പൊളി കെട്ടിടം ഉണ്ടല്ലോ, ഈ കെട്ടിടം മൊത്തം പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് മൈക്രോ ഫിനാൻസ് തുടങ്ങി. ഒരുപാട് ഈഴരെ ആ ലോണ് കുടുക്കി. ഇന്ന് 28 സ്ഥാപനങ്ങളും ജപ്തിയിലാണ്. ഏത്? ഈ SNDP-ന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം മുഴുവൻ പണം വെച്ചിക്ക. അത് മുഴുവൻ ജപ്തിയിലാണെന്ന് വിദ്യാസാഗർ പഴയ പ്രസിഡന്റാ പറഞ്ഞത്. ഞാൻ സ്മൃതി ഇറാനി പങ്കെടുത്ത ചോദ്യത്തിൽ ഞാൻ ചോദിച്ചു, ഞാൻ ഒറ്റ ചോദ്യം ചെയ്യട്ടെ, SNDP യൂണിയന്റെ പ്രസിഡന്റ് ആരാന്ന് വെച്ചു. ആർക്കെങ്കിലും വെച്ചു, ഇതിൽ ആർക്കും പറയാൻ പറ്റും വെച്ചു. എല്ലാവരും മേലോട്ട് നോക്കിക്കുക, അറിയില്ല. ഡോക്ടർ സോമൻ MBBS, ഒരു സാധാരണ MBBS ആയിരുന്നാണ്. വെള്ളാപ്പള്ളി വരെ അവിടെയൊക്കെ ഞാൻ ഇപ്പോൾ വരാറിനെ വൈകുന്നേരം വരെ അവിടെ വെക്കും. എന്താ മനുഷ്യനറിയില്ല. എന്നിട്ട് ഇങ്ങനെ പറയുക, ഞമ്മക്ക് വെള്ളാപ്പള്ളിയോടല്ല പ്രശ്നം, വെള്ളാപ്പള്ളി ഇറക്കി വിട്ട് ഈ നിമിഷം വരെ മുഖ്യമന്ത്രി അഭിനയിച്ചില്ലല്ലോ. എന്നിട്ട് പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു തലിമ്പല്ലാത്ത പ്രശ്നം, ആളെ പേരൊന്നും പറഞ്ഞില്ല, ആരും സംശയിക്കാം.
അപ്പോൾ ഗോവിന്ദമാഷോട് ആരോ ഫോൺ എടുത്ത് ചോദിച്ചത്രേ, അല്ല വെള്ളാപ്പള്ളിൻ്റെ പരിപാടിക്കെതിരെയല്ലേ നിങ്ങൾ സമരം? അതെ. വ്യക്തികളെ പേര് ഞങ്ങൾ പറയാറില്ല. ഉദാഹരണമായി നരേന്ദ്രമോദിയുടെ പേര് ഞങ്ങൾ പറയാറില്ലല്ലോ. കേന്ദ്ര സർക്കാർ എന്നേ പറയുന്നു, പരാമർശിക്കാറില്ല. അത് ഞങ്ങളോടില്ല ഇരെന്നാ പറഞ്ഞത്. അപ്പൊ ഏതായാലും ഈ RSS, പോലീസ്, പിണറായി, മാർക്സിസ്റ്റ്, ഫാസിസ്റ്റ്, ഇതൊക്കെ ഗ്രൂപ്പ് ഓഫ് ചോയ്സസ്, ഇതൊക്കെ ഒരു ടീമാണ്. അതിവിശദമായ ഒരു ലഘുലേഖ കാര്യങ്ങൾ ഈ സമ്മേളനം സംബന്ധിച്ച് ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ആ ലഘുലേഖയ്ക്കുള്ള എല്ലാ കണ്ടന്റും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. വായിക്കാൻ പോകുന്ന സാധനം ആയതുകൊണ്ട് ഞാനതിൻ്റെ ഓരോരോ സംഭവങ്ങളും പ്രത്യേകമായി എടുത്തു പറയുന്നില്ല. ഈ പ്രമേയം അതിഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എല്ലാ വീടുകളിലും എത്തിക്കേണ്ടതാണ്. മുസ്ലിം ലീഗിന് അതിൻ്റെ ടൈമാക്കും. ലീഗ് അല്ലാതെ വേറൊരു വഴി നമ്മുടെ മുമ്പിലില്ല എന്ന് സമുദായത്തിന് മൊത്തം മനസ്സിലാക്കിയൊരു സമയമാണ്. ഒരു കൂട്ടുകെട്ടും മുന്നണിയും കോൺഗ്രസും ആരും വേണ്ട, ഒറ്റയ്ക്ക് പോയി ഞങ്ങൾ എന്താക്കും, സമുദായത്തെ രക്ഷിച്ച് കളഞ്ഞു. ഇവർ നടത്തിയ ചില ബടായികളാണ് നമ്മൾ കിടന്ന് വേർക്കണത്. അത് നിങ്ങൾ 940 ആകുമ്പോഴത്തേന് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കും. ഏതൊരു കഴുത പറഞ്ഞാണ് ഈ മറ്റേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ലേ? അതിൻ്റെ പേരിൽ നിങ്ങൾ നോക്കി, അത് വലിയ വിശ്വസിച്ചെടുക്കുക. ഞാൻ പറഞ്ഞു രാജ്യസഭയിലും ലോക്സഭയിലും മൃഗീയ ഭൂരിപക്ഷം BJPക്ക് കിട്ടി. എന്നിട്ട് ഓൾക്ക് ഇന്ത്യൻ ഹിന്ദു രാഷ്ട്രമൊക്കെ കഴിയില്ല. പിന്നെയാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകത്തെ ജമാഅത്ത് ഇസ്ലാമി 5 കൊല്ലം കൊണ്ട് ഇന്ത്യൻ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് പറഞ്ഞ് തലയിൽ മൂക്കി കീഴ്പ്പെട്ടുള്ളവനെ വിശ്വസിക്കുന്നത്. നമ്മളത് ചോദിച്ചത്. പക്ഷെ എന്നാലും ഇങ്ങനെ ഈ ബടായി പറഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ട്. എന്താ പോലെ സ്ഥിതി? അത്ര സന്തോഷമുള്ള സ്ഥിതിയാണോ? നമ്മളതിൽ സന്തോഷിക്കുന്നില്ല. കിടക്കുക തിഹാർ ജയിലിൽ കാലം കുറേ. ആദ്യം ഞങ്ങൾ പറഞ്ഞു ഒറ്റയ്ക്ക് കാട്ടുപോയ പുലി പിടിക്കുന്നു. ഞങ്ങളതാണ് ഒരു ഭാഗത്ത് കോൺഗ്രസിനും കിട്ടാവുന്ന സംവിധാനങ്ങളൊക്കെ ഒരു റിംഗ് റൗണ്ട് ആക്കി അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നിക്കണത്. മനസ്സിലായോ? നിങ്ങൾ ഞങ്ങൾക്ക് ധൈര്യം പോരാ, മറ്റേ പോരാൻ തന്നെ ഒറ്റക്കിറങ്ങിയതാ. ഒറ്റക്കിറങ്ങിയ എന്ത് സംഭവിച്ചു? അത് സംഭവിച്ചു. ആ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങൾ കാരണം നിങ്ങളെ കുടുംബം കണ്ണീരാ. നിങ്ങൾക്ക് അള്ളാഹു അക്ബർ അതിൻ്റെ ഉള്ളിൽ വിളിച്ചു കുത്തറാൻ മതി. ഒരു കുട്ടിനെ കല്യാണം പോലെ ആലോചിച്ച് ബാപ്പ ജയിലിൽ നടക്കുമോ? ഒറ്റയ്ക്ക് ഇങ്ങനെ വെല്ലുവിളിച്ച് പോയാണ്ടാകുന്ന അവസ്ഥയത്. ഈ ഭരണകൂടത്തിന്റെ കയ്യിൽ എന്തും ആയുധമാണ്. ഇപ്പൊ നമ്മളൊക്കെ അത് വിളിച്ച് ഭയങ്കര ഭീഷണിയാണ്. ഞാൻ പറഞ്ഞു എലത്തൂർ സംഭവം നമ്മൾ ഇന്ന് വരട്ടി പിടിച്ചകത്തോടും മതിന് കടന്നേരിയാവും. ഒരു MDI കണ്ട് വരും, തൂക്കിയെടുത്താൽ പിന്നെ പുറലോകമുള്ള പോലീസിനോടാ കളി. നോക്കടാ നമ്മളോടെ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ വിചാരം ഉണ്ടാവും ഇത് നല്ലൊരു സുഖമുള്ള പരിപാടിയാണ്, ഇത് TV പോയി ഇരിക്കുന്നത് അല്ലേ? നല്ല തുണിയും കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ ഉത്തരവ് ഭയങ്കര രസമാവും. നമുക്ക് 4-5 ആൾക്കാരുടെ മുമ്പിൽ വിചാരണയ്ക്ക് കിടന്നു കൊടുക്കുക. എപ്പോഴും അടി കിട്ടാന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ദിവസം ഉത്തരം മുട്ടുന്ന ദിവസം ഉണ്ടാവും. അന്ന് നമ്മളെ കഥ കഴിയും ചെയ്യും. അത് നിങ്ങൾ തന്നെ പറയും ഈ നായിൻ്റെ മോനാണ് അവിടേക്ക് വിട്ടത് അല്ലേ? ചോദിക്കും നിങ്ങൾ. കാരണം ഈ സമുദായം തെറ്റിയാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ കാണുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ചർച്ച. അതുകൊണ്ട് പലരും പ്രസംഗിച്ച് നടക്കില്ല. അവിടെ പേര് ആരും ഇടപെടില്ലല്ലോ. അത്രയും മണിക്കൂർ പ്രസംഗിച്ച് പോകാം. ഇതൊരു മുൾമുനയില്ല. നമ്മൾ പോണ സമുദായത്തിന് വേണ്ടിയാണ്. അള്ളാന്റെ അടുത്ത് പ്രതിഫലം കിട്ടും സത്യം വിളിച്ചു പറഞ്ഞാൽ എന്ന നിലക്ക് തന്നെ പോണം. ഒരു ലക്ഷ്യം വേണ്ട. രാത്രി കിടക്കാൻ കഴിയില്ല. പോലീസിന്റെ ഭീഷണിയാണ്, പല നിലക്കുള്ള ഭീഷണിയാണ്. BJP മുണ്ടാൻ പാടില്ല. മുണ്ടിയാൽ ഇന്ത്യ ബാങ്കിൽ ആരെത്തും? ED എത്തും. എത്രയോ തവണ എത്തി. മാനേജർ പറഞ്ഞു നോക്കി, ഈ സാധുവിന്റെ സ്ഥാനം നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കറിയാം, ഞങ്ങളിപ്പോൾ എത്ര വട്ടായി ഇവിടുന്ന് പോകണം. പക്ഷെ അവിടുന്ന് ഇങ്ങനെ ആസ്ഥാനത്ത് നിന്ന് വിളിക്കുക. എന്ത് ചെയ്യാൻ? ഈ മനുഷ്യൻ ഫുള്ള് ലോണാന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇതിനെ എവിടെ പിടിക്കാനാണ് ഉള്ള കേൾക്കണങ്ങളേ. അപ്പം അതാണ് പലരെയും നിഷ്ഫലമാക്കുകയാണ്. മുണ്ടാൻ പാടില്ല, മുണ്ടേ പേടിപ്പിക്കുകയാണ്. പക്ഷെ ആ പേടിപ്പിക്കൽ കാര്യം തവക്കലത്ത് വരെയുള്ള എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയായ മുസൽമാൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. മനസ്സിലായോ? അത് എന്നാ വെച്ചാൽ അള്ള നിശ്ചയിക്കുന്ന രീതി നടക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പോരാട്ടം തന്നെയാണ്. പോരാടും എന്ത് വേണം? അവിവേകം കാണിക്കരുത്. ഞാൻ എല്ലാവരും ഒറ്റക്കണ്ട് ശരിയാക്കാന്ന് പറഞ്ഞ് പോകരുത്. നല്ല ചങ്ങാതിമാരെ കൂടെ കൂട്ടണം, ചതിക്കാത്തവരെ കൂടെ കൂട്ടണം, വിശ്വസ്തരെ കൂടെ തട്ടണം. എന്നിട്ട് ഫൈറ്റ് നടത്തണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് അങ്ങനെ ചെയ്യണേ. കൂട്ടാവുന്ന വിശ്വസ്തരെ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ഉൾക്കൊള്ളുന്ന, നമ്മൾ അംഗീകരിക്കുന്ന, നമ്മൾ പറഞ്ഞ ആവശ്യങ്ങൾ കഴിയാവുന്നതൊക്കെ ചെയ്തു തരുന്ന ഒരു നല്ല പാർട്ണർ നമുക്കുണ്ട്. അതിൽ മോശപ്പെട്ട മനുഷ്യന്മാർ പല സ്ഥലത്തും കണ്ടേക്കാം. അവരോട് ചിലക്കാവാൻ പറയും. നമ്മളെ ലൈൻ മാത്രം എടുത്താൽ മതി. അങ്ങനെ വിശാലമായ ഇന്ന് ഒരുപാട് കക്ഷികൾക്കിടയിൽ നമ്മളൊക്കെ ഇന്ത്യ മുന്നണി തന്നെ ചെറിയ സാധനമല്ല. 10-26 കക്ഷികളിൽ ലീഗുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കണം.
ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ ഹർജി വന്നു. സുപ്രീം കോടതി നമുക്ക് നോട്ടീസായി. 75 കൊല്ലത്തെ നമ്മുടെ പ്രവർത്തന റിപ്പോർട്ട് നമ്മളാണ് കൊടുത്തു. വായിച്ച ബെഞ്ച് പറഞ്ഞെന്താ? സുപ്രീം കോടതി ഇത് നിരോധിക്കേണ്ട പാർട്ടിയല്ല എന്ന് പറഞ്ഞ് ഹർജിയാണ് തള്ളി. ഇന്ത്യയിൽ നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ ഏതാ? ലോക്സഭയിലും രാജ്യസഭയിലാണ് നിയമനിർമ്മാണം നടക്കുക. പിന്നെ നിയമനിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റുകളാണ് നിയമം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിരോധിക്കേണ്ട പാർട്ടിയല്ല എന്നൊരു നിയമം ഇന്ത്യ രാജ്യത്ത് വന്നിരിക്കുന്നു. അതാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്. അത്രമാത്രം ദേശീയ തലത്തിലും അംഗീകാരം കിട്ടിയ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് എന്തെല്ലാം ആരോപണങ്ങൾ പ്രകോപിപ്പിക്കാൻ പല മേഖലയിൽ നിന്ന് വന്നാലും ആ പ്രകോപനത്തിന് വശം വരാതെ വെള്ളാപ്പള്ളി എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് പള്ള നിറച്ചും കൊടുക്കുക, അല്ലാതെ ഈഴവ സമുദായത്തിലേക്ക് പോകരുത്. ആരായാലും ഇപ്പൊ BJP ഒക്കെ എന്ത് ചെയ്യും? മുഹമ്മദ് നബീനെ ഭയങ്കര മോശമാക്കി പറയും. സ്ത്രീ ലംബടനാണ്, മറ്റേ ലംബടനാണ്. അന്നേരം നിങ്ങളെ ശ്രീകൃഷ്ണൻ മോശക്കാരനാണെന്ന് ചോദിക്കാൻ പാടുള്ളൂ. അത് പറഞ്ഞിട്ടില്ല പോലെ ആവശ്യം. ശ്രീകൃഷ്ണൻ 1000 കല്യാണം കഴിച്ച ആളല്ലേ, അത്രയൊന്നും മുഹമ്മദ് കഴിച്ചിട്ടില്ലല്ലോ എന്നൊരു മറുപടി ഒരുത്തം പറഞ്ഞ എന്താ സ്ഥിതി? ഇപ്പൊ തന്നെ നമ്മളെ ജിഫ്രി തങ്ങളോ കാന്തപുര ഉസ്താദോ ഏതെങ്കിലും ഒരു മഹിളയർ വന്ന് മുസ്ലിം പെണ്ണുങ്ങളോട് പറയും നിങ്ങളെല്ലാവരും കുറച്ച് പ്രൊഡക്ഷൻ കൂട്ടണം, പെറ്റ് കൂട്ടണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും റോട്ടുമേലുണ്ടാവും അല്ലേ? എല്ലാ തള്ളാരും വന്ന് റോട്ടിൽ ഉരുണ്ട് കളിക്കും. നമുക്കറിയാം. ഈ പ്രാന്തം വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ട് ആർക്കും കുഴപ്പമില്ല. ജനാധിപത്യ അസോസിയേഷനിലൊന്നും ഇല്ല ഒരു ചുറ്റി. നിങ്ങളെന്താ പ്രതിഷേധിക്കാത്തതെന്ന് ചോദിക്കണേ. ഏതെങ്കിലും ഒരാളാ സംഘടനയിലുണ്ടോ? ഒന്നുമില്ല. ഇത് മൊത്തം എന്താണ്? മുസ്ലിം പേടി ഉണ്ടാക്കുക. ചാനലുകാർ എന്താണ്? മുസ്ലിം ലീഗ് ഇത്തവണ സീറ്റ് കൂടുതൽ ചോദിക്കും. കൂടുതൽ സീറ്റുകൾ ചോദിക്കാനും പിടിമുറുക്കാനും മുസ്ലിം ലീഗ് ബ്രേക്കിംഗ് എന്ത് പിണ്ണാക്കാതെ ഞാൻ അവരോട് ചോദിച്ചു. ഇത്തവണ മുസ്ലിം ലീഗിന്റെ 27 സീറ്റ് മത്സരിക്കുന്നു. അതിൽ 17 സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസിൽ വലിയ ശ്രമം എന്ന് പറഞ്ഞിട്ട് ന്യൂസ് തങ്ങൾ കൊടുക്കാത്ത വെച്ചത്. അങ്ങനെയൊന്നും കൊടുക്ക്. അതല്ല ലീഗ് പോടിപ്പി. ഇത് പേയ്മെന്റ് റിപ്പോർട്ടർ ചാനലിലൊക്കെ കൃത്യമായി പേയ്മെന്റ് ചെയ്ത്. കാരണം അയാളെ വനമുറി കേസ് മറ്റേ അവിടെ കിടക്കുന്നുണ്ട്. എല്ലാവരും ചോട്ടിലും സൈരുദ്ദീൻ പറഞ്ഞ അരി എന്താണ്? കാലെടുക്കാൻ വയ്യ, അതിൻ്റെ അടിയിൽ എത്രയാണ്? ₹1 പൈസ ഉണ്ട്. അതാണ് അത് ചോട്ടി പിടിച്ചിക്ക. വിളിച്ചിട്ട് വരില്ല. ജയറാം വിളിക്കുക, ഇങ്ങോട്ട് വാതാൻ. എനിക്കിപ്പോൾ വരാൻ കഴിയില്ല. എന്താണ് കാലിലെ ചോട്ടിൽ ഏതോ ഒരാളെ പൈസ വീണുണ്ട്, അതോടെ ചവിട്ടി വെച്ചാൽ അയാൾ അവിടെ നിന്ന് പോയിട്ട് വേണം എടുക്കാൻ. ഇത് പറഞ്ഞതുപോലെ മുഴുവനും ഇവിടെ കംപ്ലീറ്റ് അത്തരത്തിലുള്ള ഒരു ഡീലിലേക്കാണ് പോകുന്നത്. ഭീതി ഉണ്ടാക്കും. ലീഗിൽ ഇന്ന മഞ്ചേരി സ്ഥാനാർത്ഥി ചെയ്ത് ഏതോടത്തും പ്രഖ്യാപിച്ചു. എന്താ ഞാൻ ചെയ്യാ? പിന്നെ ഒരുപാട് സ്ഥാനാർത്ഥികളെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. മണ്ഡലത്തിന്റെ പേര് മാറിയിട്ടുണ്ട്. പിന്നെ നിരന്തരം നടക്കുകയാണ്. എന്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ലീഗിന്റെ ഉള്ളിൽ. ഇന്നാളെ മാറ്റും, ഇന്നാളെ മാറ്റൂല, ഇന്നാൾക്ക് സീറ്റ് കൊടുക്കും, ഇന്നാൾക്ക് കൊടുക്കൂല. സമസ്ത അങ്ങനെ ആൾക്കാരെ പേര് പറഞ്ഞു ഇന്നാളെ പറ്റൂല എന്ന് സമസ്ത നേരത്തെ പറഞ്ഞു. 27 സീറ്റാണ് ചോദിക്കാൻ പോണത്. 6 മന്ത്രിസ്ഥാനം, 6ാം മന്ത്രിസ്ഥാനത്തെ കുറിച്ച് ആലോചിക്കാൻ ലീഗ് തത്വത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞത്രേ. മരണം തന്നെ കിട്ടണ്ടേ? ഇവിടെ ഇങ്ങോട്ടല്ലേ ദൂരക്കല് ഒക്കെ ഭീതി. ലീഗ് ഇവിടെ വില്ലനാണ്, ലീഗ് ഇവിടെ വമ്പനാണ്. ലീഗിന്റെ ഒരു ഭരണം വന്നാൽ ലീഗിന്റെ അപ്രമാദിത്താണ് വരിക. അതാണല്ലോ മുമ്പ് പറഞ്ഞത്. അമീറും കുഞ്ഞാലിക്കുട്ടിയും അസ്വനും നാട് ഭരിക്കാൻ പോകുന്നു. കൊടിയേരി പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിങ്ങൾ നാട് ഭരിക്കാൻ പോവാണ്, നിങ്ങൾ നോക്കിക്കാണോന്നാ ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും. സത്യത്തിൽ സംഘപരിവാറും BJPക്കാരും വരെ ഇന്നുവരെ പറയാത്തൊരു സാധനമാണ്. എന്നാ ഇത് പറഞ്ഞിട്ടൊന്നും ഈ മാപ്പിള സഖാക്കൾക്ക് ഒരു കൊടുക്കില്ല കേട്ടോ. ഇവരമാർ ഇത്ര പൊട്ടന്മാർ വേറെ ഒരു വർഗം ഉണ്ടാവില്ല. ഒച്ചക്ക് പറയുമ്പോൾ ഒരു കലാപം ഉണ്ടാക്കണ്ട. അങ്ങനെ ഞങ്ങളുടെ സമുദായത്തെ കുറിച്ച് നിങ്ങൾ പറയരുത്. മുസ്ലിങ്ങൾ നാട് ഭരിക്കാൻ പോവുക എന്ന പ്രതീതി ഉണ്ടാക്കാൻ പാടില്ല എന്നതിൻ്റെ പറയാൻ ചേട്ടി ജലീൽ നാവ് പൊങ്ങോ? അബ്ദുറഹ്മാൻ നാവ് പൊങ്ങോ? വേറെ ആരെങ്കിലും നാവ് പൊങ്ങോ? ഒന്നും പൊങ്ങൂല. അടിമത്താണ് അവിടെ. ഏമ്പാൻ പറഞ്ഞാൽ കേട്ടോളാം. പഴയ ജന്മിന്റെ മാതിരി നിൽക്കുക. മനസ്സിലേക്ക് ഒരു ഏക് ദിൻ കാ സുൽത്താനായി പിണറായി എന്നൊരു ബിംബം അവിടെ നിൽക്കുക. അതിന്റെ കീഴിലെല്ലും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വലിയ മുസ്ലിം ഭീതി ഉണ്ടാക്കുന്നു. ലീഗ് ഇവിടെ പിടിച്ചടക്കി തമർത്താൻ നോക്കുന്നു. അതുകൊണ്ട് പരമാവധി ലീഗ് അധികാരത്തിലെത്തിയാൽ എന്തോ ഇവിടെ സംഭവിക്കുമെന്ന ഭീതി സൃഷ്ടിച്ച് തെക്കൻ മേഖലയിലും മധ്യ കേരളത്തിലും വമ്പിച്ച രീതിയിൽ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്ന കാലത്ത് വളരെ ജാഗ്രതയോടെ, വളരെ പക്വതയോടെ രാഷ്ട്രീയം സംസാരിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. അതിന് സമ്മേളനങ്ങൾ
വിവിധതരം ചർച്ചകളും വിവിധ സ്ട്രാറ്റജികളും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ അത് പഞ്ചായത്താകട്ടെ നിയമസഭയാകട്ടെ വലിയ പെർഫോമൻസിൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ, നമ്മളെ സഖ്യകക്ഷിയെ വിജയിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നതിൻ്റെ ചിന്തകളും ചർച്ചകളും ഈ സമ്മേളനത്തിൽ നടക്കട്ടെ. സമ്മേളനത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.